عيدا. നമ്മുടെ പരിപാടി ആരംഭിക്കുന്നു. ഈ മഹത്തായ പരിപാടിക്ക് ഖിറാഅത്തിന് വേണ്ടി ഹാഫിൽ സെയ്ദ് ജലാൽ തങ്ങൾ അവറുകളെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولله جنود السماوات والأرض وكان الله عزيزا حكيما. إنا أرسلناك شاهدا ومبشرا ونذيرا. لتؤمنوا بالله ورسوله وتعذروه وتوقروه وتسبحوه بكرة وأصيلا. إن الذين يبايعونك إنما يبايعون الله يد الله فوق أيديهم فمن نكث فإنما ينكث على نفسه ومن أوفى بما عاهد عليه الله ومن أوفى بما عاهد
ومن أوفى بما عاهد عليه الله فسيؤتيه أجرا عظيما. صدق الله العظيم. السلام عليكم ورحمة الله. നമ്മുടെ പരിപാടി ദുആയോട് കടക്കുകയാണ്. ഇലാ ഹദ്റത്തിൻ നബി മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അൽ ഫാത്തിഹ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. الحمد لله رب العالمين حمدا يوافي نعمه ويكافي مزيده. اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آل سيدنا مولانا محمد. اللهم إنا نسألك بحق الفاتحة المعظمة والسبع المثاني أن تفتح لنا كل خير وأن تتفضل علينا بكل خير وأن تجعلنا من أهل الخير وأن تعاملنا يا مولانا معاملتك لأهل الخير وأن تحفظنا في أدياننا وأنفسنا وأهلنا وأولادنا وأصحابنا من كل مهنة وفتنة وبؤس وضير. اللهم يا محب الأهوال هبلها لنا إلى أحسن حال بحولك وقوتك يا عزيز يا متعال. اللهم أعزنا ولا تذلنا وأكرمنا ولا تهنا وأعطنا ولا تهرمنا وارزقنا مما ينفعنا وزدنا علما. اللهم رحمتك نرجو فلا تكلنا إلى أنفسنا طرفة عين واصلح لنا شأننا كله لا إله إلا أنت. ربنا آتنا من لدنك رحمة وهيئ لنا من أمرنا رشدا. ربنا ارحم آباءنا وأمهاتنا كما ربونا صغارا. توفنا مسلمين وألحقنا بالصالحين آمين برحمتك يا أرحم الراحمين. على خير. വാഫി ഗീതത്തിന് വേണ്ടി ബന്ധപ്പെട്ട വിദ്യാർത്ഥികളെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അറിവിൻ തീരം തേടി ഞങ്ങൾ അലകടലിൽ തീർത്തു പദങ്ങൾ. വിദ്യയാൽ വിപ്ലവം വിതച്ചിടാനുറച്ചിത വിനീതരായി വരുന്നു വാഫികൾ. സമർപ്പണത്തിൻ സത്യസാക്ഷികൾ. അറിവിൻ തീരം തേടി ഞങ്ങൾ അലകടലിൽ തീർത്തു
തീർത്തു പദങ്ങൾ. വിദ്യയാൽ വിപ്ലവം വിതച്ചിടാനുറച്ചിത വിനീതരായി വരുന്നു വാഫികൾ. സമർപ്പണത്തിൻ സത്യസാക്ഷികൾ. വന്യഗുരുനാഥരെ വിജയശില്പി സംഘമേ, നിങ്ങൾ തീർക്കും വഴികളിൽ ഞങ്ങൾ. തണല് തേടി വന്നവർ ഞങ്ങൾ. തണല് തേടി വന്നവർ ഞങ്ങൾ. തീവ്രക്ഷുഭിത യൗവനത്തിൻ തീജ്വാലകൾ വെല്ലുമെ പാളാതെ തീർക്കാം ജ്ഞാനവീഥികൾ. തീവ്രക്ഷുഭിത യൗവനത്തിൻ തീജ്വാലകൾ വെല്ലുമെ പാളാതെ തീർക്കാം ജ്ഞാനവീഥികൾ. അറിവിനായുദയം ചെയ്ത ജന്മമാണു നാം. അറിവുകൾ സമന്വയിക്കും വാഫിയാണു നാം. വാഫിയാണു നാം. സരളമായ ദീനിൻ പാത പിന്തുടരണം. സമസ്തയാം സരണിയിൽ ശക്തിയാകണം. സരളമായ ദീനിൻ പാത പിന്തുടരണം. സമസ്തയാം സരണിയിൽ ശക്തിയാകണം. രാജ്യനന്മയ്ക്കായി നാം കൈകൾ കോർക്കണം. രമ്യതയും മൈത്രിയും പടുത്തുയർത്തണം. പടുത്തുയർത്തണം. ഉത്തമ ഗുണങ്ങളെല്ലാം സ്വീകരിക്കണം. ഉമ്മത്തിന്റെ വേദനകൾ നെഞ്ചിലേറ്റണം. ഉത്തമ ഗുണങ്ങളെല്ലാം സ്വീകരിക്കണം. ഉമ്മത്തിന്റെ വേദനകൾ നെഞ്ചിലേറ്റണം. ജന്മമേകിയോരെയെന്നും ഓർത്തിരിക്കണം. ജീവിതത്തിലെന്നും അവർ കൺകുളിർക്കണം. കൺകുളിർക്കണം. അറിവിൻ തീരം തേടി ഞങ്ങൾ അലകടലിൽ തീർത്തു പദങ്ങൾ. വിദ്യയാൽ വിപ്ലവം വിതച്ചിടാനുറച്ചിത വിനീതരായി വരുന്നു വാഫികൾ. സമർപ്പണത്തിൻ സത്യസാക്ഷികൾ. വന്യഗുരുനാഥരെ വിജയശില്പി സംഘമേ, നിങ്ങൾ തീർക്കും വഴികളിൽ ഞങ്ങൾ. തണല് തേടി വന്നവർ ഞങ്ങൾ. തണല് തേടി വന്നവർ ഞങ്ങൾ. വിദ്യയുടെ വീടുകൾ വിണ്ണിൽ തീർത്ത ശ്രേഷ്ഠരെ, കാത്തിരിക്കാം നിങ്ങളെ ഞങ്ങൾ. കൈപിടിക്കാൻ സ്വർഗവാതിലിൽ. കൈപിടിക്കാൻ സ്വർഗവാതിലിൽ. കൈപിടിക്കാൻ സ്വർഗവാതിലിൽ. അസ്സലാമു അലൈക്കും. ഈ മഹനീയ സദസ്സിന് സ്വാഗതം ഓതിക്കൊണ്ട് ഈ മഹത്തായ പരിപാടിയുടെ സ്വാഗത സംഘം ചെയർമാൻ ഉസ്താദ് സുലൈമാൻ ഫൈസി മാളിയേക്കൽ സംസാരിക്കുന്നു. ആദരപൂർവ്വം സ്വാഗതം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അശ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്വഹാബിഹിൽ ഫായിസിന ബിറളില്ലാഹ്. ആദരണീയരും സ്നേഹങ്ങളുടെ പ്രതീകവും CIC-യുടെ റക്ടറും സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ഉപാധ്യക്ഷനുമായ ബഹുമാനരായ സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ, സമസ്ത കേരള ജമിയത്തുൽ ഉലമ അധ്യക്ഷനും പ്രഗത്ഭ പണ്ഡിതനുമായ ഉസ്താദ് ശൈഖുന എ പി മുഹമ്മദ് മുസ്ലിയാർ,
സമസ്ത കേരള ജമിയത്തുൽ ഉലമ ജനറൽ സെക്രട്ടറി പ്രൊഫസർ കെ ആലിക്കുട്ടി മുസ്ലിയാർ, ബഹുമാനപ്പെട്ട ഈ പ്രസ്ഥാനത്തിൻ്റെയും പ്രവർത്തനത്തിൻ്റെയും സ്ഥാപനത്തിൻ്റെയും പിതാവായ ഞങ്ങളുടെ പ്രിയപ്പെട്ട അക്കരപ്പീടിക വാപ്പു ഹാജി, ബഹുമാനരായ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ജില്ലാ സെക്രട്ടറി ഉസ്താദ് കുഞ്ഞാണി മുസ്ലിയാർ, സമസ്ത കേന്ദ്ര മശാവറാംഗം ഒ കുട്ടി മുസ്ലിയാർ, ബഹുമാനരായ SY സെക്രട്ടറി മുഹമ്മദ് ഫൈസി, ബഹുമാനരായ SY സെക്രട്ടറി അബ്ദുൽ ഹമീദ് ഫൈസി, ബഹുമാനരായ MLA ബഹുമാനപ്പെട്ട NM അബ്ദുൽ ഖാദർ, ബഹുമാനരായ ഹംസ ഹാജി പയ്യന്നൂർ, തിരുവനന്തപുരം ജില്ലാ ജമിയത്തുൽ ഉലമ പ്രസിഡന്റ് സയ്യിദ് മൗലവി തുടങ്ങി പ്രഗത്ഭരായ ഒട്ടുവളരെ നേതാക്കളും ആലിമീങ്ങളും ഉസ്താദന്മാരും നമ്മുടെ ഈ മഹനീയ സദസ്സിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. എല്ലാവരെയും മെഹമ്മത്തായ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ബഹുമാനരായ ഉസ്താദുമാരെ, മദ്രസ മുഅല്ലിമീങ്ങളെ, മാനേജിംഗ് കമ്മിറ്റി ഭാരവാഹികളെ, പള്ളി മദ്രസ പ്രവർത്തകന്മാരെ, SYSൻ്റെയും SKSSFൻ്റെയും SBBയുടെയും ഊർജ്ജസ്വലരായ പ്രവർത്തകന്മാരെ, നമ്മുടെ അഭിമാനമായ നമ്മുടെ പ്രതീക്ഷയായ വാഫി കുട്ടികളെ, മാന്യ സഹോദരന്മാരെ, സഹപ്രവർത്തകരെ, സർവാധിരാജനായ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ ഈ സംഗമത്തിൽ സംബന്ധിക്കുവാൻ സാധിച്ചതിൽ ഒരിക്കൽ കൂടി നമുക്ക് അള്ളാഹുവിനെ സ്തുതിക്കാം. അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ. KT കുഞ്ഞാൻ സാഹിബ്, കുഞ്ഞമ്മാൻ നാജി തുടങ്ങി വളരെ പ്രമുഖരായിരിക്കുന്ന നേതാക്കന്മാർ സ്റ്റേജിലുണ്ട്. എല്ലാവരുടെയും പേരുകൾ പറയാൻ സമയവുമില്ല, പരിചയമില്ലാത്ത ആൾക്കാരുമുണ്ട്. എല്ലാവരെയും എടുത്തു പറയേണ്ടതാണ്. പ്രത്യേകിച്ച് മർക്കസിലെ ഉസ്താദുമാരായിരിക്കുന്ന പലരുമുണ്ട്. എല്ലാവർക്കും സ്വാഗതം ആശംസിക്കുകയാണ്. ഏകദേശം ഒരു 6 മാസങ്ങൾക്ക് മുമ്പ് ഇവിടെ നല്ല ഈ മണ്ണ്, ഈ ഫലഭൂയിട്ടുള്ള ഈ മണ്ണ്, നല്ല വിഭവങ്ങൾ, കായ്കനികൾ നൽകുന്ന തോട്ടമായിരുന്നു. കടുങ്ങും തൊങ്ങും നിറഞ്ഞ് കായ്ച്ചു നിൽക്കുന്ന ബാപ്പു ഹാജിയുടെ സ്വന്തം തോട്ടമായിരുന്നു. ഇന്നിപ്പോൾ ഇത് വിജ്ഞാനത്തിൻ്റെ വിഭവങ്ങൾ വിളമ്പുന്ന മഹത്തായ ഇസ്ലാമിക വിജ്ഞാന കേന്ദ്രമായി മാറിയിരിക്കുകയാണ്. അൽഹംദുലില്ലാഹ്, അള്ളാഹുവിനെ സ്തുതിക്കാം. ഞങ്ങളുടെ നാട്ടിൽ ഈ സ്ഥാപനം വന്നു എന്നുള്ളതിൽ വളരെയേറെ സന്തോഷിക്കുകയും അഭിമാനിക്കുകയും ചെയ്യുകയാണ്. അനൽപമായ സന്തോഷമുണ്ട്. ഈ ക്യാമ്പസിൻ്റെ PG ക്യാമ്പസിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ പ്രാരംഭ കാര്യങ്ങളൊക്കെ തൂതയിൽ വെച്ച് നടന്നെങ്കിലും അള്ളാഹുവിൻ്റെ അലംഘനീയമായ വിധിയനുസരിച്ചുകൊണ്ട് അത് ഇവിടെയാണ് സംഭവിച്ചത്. അപ്രതീക്ഷിതമായ ചില പ്രതിബന്ധങ്ങൾ അവർക്ക് നേരിട്ടപ്പോൾ അവർ കൈമലർത്തി. എല്ലാറ്റിൻ്റെയും അഭയകേന്ദ്രമായിരിക്കുന്ന പാണക്കാട് ചെയ്യുന്ന വിവരങ്ങൾ പറഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട തങ്ങളവറുകൾ പറഞ്ഞത്, നിങ്ങൾ ബാപ്പു ഹാജിയെ പോയി കാണണമെന്നുള്ളത്. അങ്ങനെ ബാപ്പു ഹാജിയെ വിളിച്ചു. ബഹുമാനരായിരിക്കുന്ന ഹക്കീം ഫൈസി, CICയുടെ കോർഡിനേറ്ററും ഇതിൻ്റെ എല്ലാമായിരിക്കുന്ന ഹക്കീം ഫൈസി അവറുകൾ ബാപ്പു ഹാജിയെ വിളിച്ചു. കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ബാപ്പു ഹാജി പറഞ്ഞു, ഞങ്ങൾ അങ്ങോട്ട് വരാമെന്ന്. അതിന് ഈ വിനീതനും മാന്യ സുഹൃത്തുക്കളായിരിക്കുന്ന ഫരീദ് റഹ്മാനി, സലാം ഫൈസി എന്നീ ആളുകളും മർക്കസിൽ പോയി അതെല്ലാം ചുറ്റിക്കറങ്ങി കാണുകയും അവിടെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുകയും ബാപ്പു ഹാജിക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കുകയും ചെയ്തു. പിന്നീട് ഇത് സംബന്ധമായിരിക്കുന്ന ചർച്ചകളും പല കാര്യങ്ങളും ബഹുമാനരായ സമസ്ത നേതാക്കളായ ചെറുശ്ശേരി ഉസ്താദ് മർഹൂം, കോയക്കുട്ടി ഉസ്താദ് മർഹൂം തുടങ്ങിയ മഹാന്മാരുമായി ബന്ധപ്പെട്ടുകൊണ്ട് പല ചർച്ചകളും നടന്നുകൊണ്ട് അവസാനമായി കഴിഞ്ഞ റമദാൻ ഷരീഫിൻ്റെ മുമ്പത്തെ റമദാനിൽ ഈ സ്ഥലത്തിൻ്റെ രജിസ്ട്രേഷൻ വണ്ടൂർ ഓഫീസിൽ വെച്ചുകൊണ്ട് നടക്കുകയുണ്ടായി. അങ്ങനെ CICക്ക് കൈമാറി. റക്ടറായ ബഹുമാനപ്പെട്ട തങ്ങളവറുകൾക്ക് ഈ സ്ഥലം കൈമാറിയതിനു ശേഷം കൃത്യം 6 മാസം തികഞ്ഞിട്ടില്ല. അതിന് മുമ്പായി
ഈ സ്ഥാപനം ഇവിടെ ഉറന്നു വന്നിരിക്കുകയാണ്. അനേകായിരം സ്ഥാപനങ്ങളുടെയും നിർമ്മാണ പ്രവർത്തനങ്ങളുടെയും ഉദ്ഘാടനങ്ങൾക്കും തുടക്കം കുറിക്കുന്നതിനും ഭാഗ്യം സിദ്ധിച്ച കരങ്ങളുടെ ഉടമയായിരിക്കുന്ന ബഹുമാനപ്പെട്ട സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങളുടെ കരങ്ങളെ കൊണ്ട് തന്നെ ഇതിന് ശിലാസ്ഥാപനം നിർവഹിക്കപ്പെടുകയുണ്ട്. എത്ര പെട്ടെന്നാണ് ഈ സ്ഥാപനം ഉയർന്നത് എന്ന് പറയാൻ സാധ്യമല്ല. നിങ്ങൾ അന്നിവിടെ സംബന്ധിച്ച ആൾക്കാരെ നിങ്ങൾ കണ്ടിരിക്കും. ഇതിനിൽ പ്രവർത്തിച്ചതായിരിക്കുന്ന ധാരാളം ആളുകളുണ്ട്. പക്ഷേ ഇതിൻ്റെ കോർഡിനേറ്ററായിരിക്കുന്ന ഹക്കീം ഫൈസി വല്ലാത്ത തന്ത്രജ്ഞനായിരിക്കുന്നൊരു ഹക്കീം തന്നെയാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ഒരു അത്ഭുതകരമായിരിക്കുന്ന ഹക്കീമാണെന്ന് പറയാം. അദ്ദേഹത്തിന് നിതാന്ത ജാഗ്രതയോടുകൂടിയുള്ള തന്ത്രപരമായ നീക്കങ്ങൾ കാരണമായിക്കൊണ്ട് ഈ കാണുന്ന കാര്യങ്ങളെല്ലാം സമാഹരിച്ചു ഈ രൂപത്തിലാക്കിയിരിക്കുകയാണ്. ഇന്ന് മുതലേക്ക് ഇവിടെ മഹത്തായ വിജ്ഞാനത്തെ കേന്ദ്രം തുറന്നുകൊണ്ട് നമ്മുടെ ഈ നാട്ടിന് അഭിമാനമായ കേരളത്തിനും മലപ്പുറം ജില്ലക്കും ലോകത്തൊട്ടാകെയും ഈ രാജ്യത്തിൻ്റെ പേരും പ്രശസ്തിയും ഉയർത്തുന്ന വിധത്തിലുള്ള ഈ മഹത്തായ സ്ഥാപനം ഇന്ന് മുതൽ ഇവിടെ പ്രവർത്തിക്കാൻ വേണ്ടി പോവുകയാണ്. ഇതിൻ്റെ ക്ലാസിൻ്റെ ഉദ്ഘാടനം മാത്രമാണ് ഈ മഹത്തായിരിക്കുന്ന കർമ്മത്തിൽ വെച്ച് നടക്കാൻ വേണ്ടി പോകുന്നത്. ഈ മഹത്തായ സമ്മേളനത്തിൻ്റെ ഉദ്ഘാടന ക്രമം നിർവഹിക്കുന്നത് സമസ്ത കേരള ജമിയത്തുൽ ഉലമായുടെ ജനറൽ സെക്രട്ടറിയും പ്രിയങ്കരനുമായിരിക്കുന്ന പ്രൊഫസർ ആലിക്കുട്ടി മുസ്ലിയാർ അവർകളാണ്. മഹാനവറുകളെയും ബഹുമാനപ്പെട്ട തങ്ങറുകൾ അവർകളെയും ഈ മഹത്തായ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഈ മഹത്തായ വേദിയിൽ അധ്യക്ഷം വഹിക്കുന്നത് സമസ്ത കേരള ജമിയത്തുൽ ഉലമായുടെ ബഹുമാന്യനായ അധ്യക്ഷൻ ഉസ്താദ് AP മുഹമ്മദ് മുസ്ലിയാർ കുമ്പരമ്പത്തൂർ അവർകളാണ്. എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഈ മഹത്തായ വേദിയിൽ എത്തിച്ചേർന്ന മുഴുവൻ നാട്ടുകാരെയും പ്രവർത്തകന്മാരെയും മദ്രസ മുഅല്ലിമീങ്ങളെയും ഈ സ്റ്റേജിൽ ഉപവിഷ്ടരായിരിക്കുന്ന പ്രമുഖരായിരിക്കുന്ന ഒരുപാട് നേതാക്കന്മാരുണ്ട്. ഉമർ സാഹിബ് MLA അടക്കമുള്ള എൻ്റെ പ്രിയൻ സ്നേഹിതനും കോർഡിനേറ്ററുമായിരിക്കുന്ന സെയ്ദ് മുഹമ്മദ് നിസാമിയെ പോലെയുള്ള ഒട്ടുവളരെ ആളുകൾ നേതാക്കന്മാർ പിന്നിരിക്കുന്നുണ്ട്. എല്ലാവരുടെയും പേരുകൾ എടുത്ത് പറയാൻ മാത്രം സമയമില്ല. നേതാക്കന്മാരുടെ തിരക്കും ഒരുപാട് കാര്യങ്ങൾ നടക്കാനുള്ളത് കൊണ്ടും തൽക്കാലം ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. മുഴുവൻ ആളുകൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ഈ മഹത്തായ കർമ്മങ്ങൾക്ക് വേണ്ടി നേതാക്കന്മാരെയും തങ്ങളവറുകളെയും ക്ഷണിച്ചുകൊണ്ടും സ്വാഗതം ചെയ്തുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുകയാണ്. ദുആ വസിയത്തുകളോടെ റബ്ബനാ ആതിനാ ഫിദ്ദുന്യാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ തവഫനാ മുസ്ലിമീന വഅൽഹിഖനാ ബിസ്സാലിഹീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീം. അസ്സലാമു അലൈക്കും. ആമുഖ ഭാഷണം നടത്തിക്കൊണ്ട് CICയുടെ കോർഡിനേറ്റർ പ്രൊഫസർ ഉസ്താദ് അബ്ദുൽ ഹക്കീം ഫൈസി ആദർശേരി നമ്മെ അഭിസംബോധന ചെയ്യുന്നു. ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين سيدنا ونبينا محمد وآله وصحبه وعترته والصالحين أجمعين أما بعد. ആദരണീയരായ സാദാത്തുക്കളെ, ആലിമീങ്ങളെ, കാരണവന്മാരെ, വിദ്യാർത്ഥികളെ, അഭ്യുദയകാംക്ഷികളെ, ജനപ്രതിനിധികളെ, സർവോപരി ഈ ചടങ്ങിൻ്റെ ഊന്നലായിട്ടുള്ള ഈ ചടങ്ങിൻ്റെ ആകത്തുകയായിട്ടുള്ള പഠനാരംഭം അത് നിർവഹിക്കുന്ന സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ അവർകളെ, മുഅ്മിനീങ്ങളെ, ഈ കെട്ടിടം നിങ്ങൾ നേരിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് പോലെ നിർമ്മാണം പൂർത്തിയായിരിക്കുകയാണ്. ചില്ലറ മിനുക്കുപണികൾ ബാക്കിയുണ്ട്, അതുടൻ തീരും. ഇവിടെ ഈ സംവിധാനം അർഹിക്കുന്ന തരത്തിലുള്ള അതിവിപുലമായ
ഉദ്ഘാടന ചടങ്ങ് ഇൻഷാ അല്ലാഹ് നടക്കും. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇപ്പോൾ പഠനം ആരംഭിക്കുകയാണ്. ഈ പദ്ധതിയുടെ വിജയത്തിൻ്റെ പ്രധാന കാരണവും പഠനമാണ്. ആദ്യം പഠനമാണ് മുന്നിൽ എന്നുള്ളതാണ്. നിർമ്മാണം ഇത്ര പെട്ടെന്ന് പൂർത്തീകരിക്കേണ്ടി വന്നത് പഠനത്തിന് ഒന്നാം സ്ഥാനം നൽകുന്നത് കൊണ്ടാണ്. ഇപ്പോൾ മിനുക്ക് പണികൾ തീരുന്നതിന് മുമ്പ് ധൃതിപ്പെട്ട് പഠനാരംഭം കുറിക്കുന്നത് പഠനം ഒന്നാം കാര്യമായതുകൊണ്ടാണ്. ഈ ഉമ്മത്ത്, മുസ്ലിം ഉമ്മത്ത് പഠനം മുന്നിൽ വെച്ച് മുന്നോട്ട് പോയ ഉമ്മത്താണ്. പഠനമാണ് എക്കാലത്തും മുസ്ലിം ഉമ്മത്തിൻ്റെ ഒന്നാം കാര്യം. പഠനത്തിന് വേണ്ടിയാണ് ഈ ഉമ്മത്ത് നിലകൊണ്ടത്. ഈ സംവിധാനത്തെ പരാമർശിച്ചുകൊണ്ട് വിദ്യാർത്ഥികൾ ചൊല്ലിയ ഗീതം അറിവിനായി ഉദയം ചെയ്ത ജന്മമാണു നാം എന്ന് പറയുന്നു. അറിവിനു വേണ്ടി ജന്മം കൊണ്ട, അറിവിനു വേണ്ടി ജീവിക്കുന്ന, അറിവിനു വേണ്ടി മരിക്കുന്ന ഒരു ഉമ്മത്താണ് മുസ്ലിം ഉമ്മത്ത്. അത് സ്ഥിരീകരിക്കുന്ന അനേകം ഖുർആൻ വചനങ്ങളുണ്ട്, ഹദീസുകളുണ്ട്, നമുക്ക് സുപരിചിതമാണ്. പഠനത്തിൻ്റെ ധൃതിയിൽ നമ്മൾ സൗകര്യങ്ങളും അലങ്കാരങ്ങളും മിനുക്കുപണികളുമൊക്കെ നിർത്തിവെച്ച് മുന്നോട്ട് പോവുകയാണ്. ഈ പദ്ധതി വിജയിക്കുന്നത് അങ്ങനെയാണ്. ആദരണീയരായ സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങളവർകൾ ഈ സംരംഭത്തിന് മുന്നിട്ടിറങ്ങുന്നത് അതുകൊണ്ടാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം എല്ലാവർക്കും അറിയാം, കേരളത്തിൻ്റെ, ഇന്ത്യയുടെ തണല് പാണക്കാട് കുടുംബമാണ്. നമുക്കറിയാം, വിഭജനത്തിനു ശേഷം, ഇന്ത്യ പാകിസ്ഥാൻ വിഭജനത്തിനു ശേഷം ശാന്തമായ ഒരു ഇന്ത്യയെ അനുഭവിക്കാൻ ഇന്ത്യക്കാരന് സാധിക്കുന്നത്, ലോകത്തിന് കാണാൻ സാധിക്കുന്നത് പാണക്കാട് കുടുംബത്തിൻ്റെ തണലുകൊണ്ടാണ്. വിശദീകരിക്കേണ്ട കാര്യമല്ല. അള്ളാഹു ആ തണൽ അന്ത്യനാൾ വരെ നിലനിർത്തി തരുമാറാകട്ടെ. അറിവിൻ്റെ വഴിയിൽ കളങ്കമില്ലാതെ ഒരു ചെറു സംഘം ഇറങ്ങിപ്പുറപ്പെട്ടത് അകക്കണ്ണുകൊണ്ട് നിരന്തരം നോക്കിക്കാണുന്ന പാണക്കാട്ട് കുടുംബത്തിലെ കാരണവർ ഈ സംരംഭത്തെ വേറിട്ടൊരു സംരംഭമായി കാണുകയും വേറിട്ട രീതിയിൽ അതിനെ പിന്തുണക്കുകയും സഹായിക്കുകയും ഈ കാണുന്ന വിജയത്തിൽ നിറവിൽ പരിശ്രമിച്ച് എത്തിക്കുകയും ചെയ്തിരിക്കുകയാണ്. അല്ലാഹുമ്മ ജസിഹി അനിൽ മുസ്ലിമീന ഖൈറൽ ജസാ. അല്ലാഹുമ്മ ജസിഹി അനിൽ മുസ്ലിമീന ഖൈറൽ ജസാ. അല്ലാഹുമ്മ ജസിഹി അനിൽ മുസ്ലിമീൻ അൻ മുസ്ലിമിൽ ഉമ്മൽ ഇസ്ലാമിയ അനിൽ ഉമ്മൽ ഇസ്ലാമിയ ഖൈറൽ ജസാ. കൂടുതൽ ഞാൻ പറയുന്നില്ല. ഇതുമായി ബന്ധപ്പെട്ട് പണക്കാട്ട കോലായിൽ പലപ്പോഴും പോയിട്ടുണ്ട്. കോലായിൽ ചെന്ന് അവിടുത്തെ മഹാതിരക്കിൽ ഒരു തുള്ളി എൻ്റെ വക വേണ്ട എന്ന് വിചാരിച്ച് പലപ്പോഴും ടെലിഫോണിൽ ആണ് കാര്യങ്ങൾ പൂർത്തീകരിച്ചത്. ലോക ഇസ്ലാമിക മുന്നേറ്റത്തിൻ്റെ ചരിത്രത്തിലെ ഒരു വലിയ തുടക്കമാണ് ഇത്. ഈ തുടക്കത്തെ സാക്ഷിയാക്കി ഞാൻ പറയുകയാണ്. പലപ്പോഴും ടെലിഫോൺ എടുക്കുന്നത് ഉറക്കത്തിലാണ്.
ക്ഷീണിച്ച സമയത്ത്, ഉറങ്ങിയ സമയത്ത് വളരെ ശാന്തമായി പ്രചോദനം തരുന്ന തരത്തിൽ പ്രതികരിക്കുകയും തലോടുകയും ഈ വലിയ സംരംഭത്തിന് താങ്ങും തണലുമായി നിലകൊള്ളുകയും ചെയ്ത ബഹുമാനപ്പെട്ട തങ്ങളവർകൾ. അതുകൊണ്ടാണ് നിങ്ങളൊക്കെ ഇതിൻ്റെ പിന്നിൽ ഉറച്ച് പ്രവർത്തിക്കുന്നത്. എന്തിനും ഒരു അസ്ല് വേണം. ആ അസ്ല് സമസ്ത കേരള ജമിയത്തുൽ ഉലമയാണ്. സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന വലിയ പ്രമാണം, വലിയ അസ്ൽ, ആ അസ്ലിൽ കാലുറപ്പിച്ച് നിന്നുകൊണ്ടുള്ള ഈ പ്രവർത്തനം അനേകം പ്രവർത്തന ബാഹുല്യത്തിനിടയിൽ പാണക്കാട്ടിൻ്റെ വലിയ തലോടലും വലിയ സ്നേഹവും നേടിക്കൊണ്ട് മുന്നോട്ട് പോകുന്നത് ഇത് അറിവായതുകൊണ്ടാണ്, ഇത് തിരിച്ചറിവായതുകൊണ്ടാണ്, ഇത് ഇസ്ലാമിൻ്റെ മുഖ്യധാര രൂപമായിട്ടുള്ള സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ അസ്ലിൽ ഉറച്ചു നിൽക്കുന്നത് കൊണ്ട് തന്നെയാണ്. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. കാലം വളരെ മാറിയിട്ടുണ്ട്. കാലത്തിൻ്റെ ഒപ്പം മാറേണ്ടത് മാറാവുന്നതുണ്ട്, മാറാൻ പാടില്ലാത്തതുമുണ്ട്. നമ്മൾ മനുഷ്യരെന്ന നിലക്ക് ജീവിതത്തിൻ്റെ വിവിധ ഏജ് ഗ്രൂപ്പിൽ പ്രായ വ്യത്യാസത്തിലുള്ള ആളുകൾ ഈ സദസ്സിലുണ്ട്. നമ്മളൊക്കെ ഒരുപാട് മാറ്റങ്ങൾക്ക് സാക്ഷിയായിട്ടുള്ള ആളുകളാണ്. മാറ്റങ്ങളുണ്ട്, ആകാവുന്ന മാറ്റങ്ങളുണ്ട്, ആടില്ലാത്ത മാറ്റങ്ങളുമുണ്ട്. ഉസൂലുകളിൽ, അടിസ്ഥാന പ്രമാണങ്ങളിൽ, അഖായിദിൽ, സുന്നത്ത് ജമാഅത്തിൻ്റെ അടിയുറച്ച നിലപാടുകളിൽ മാറ്റം പാടില്ല. അതേസമയത്ത് രീതികളിൽ, ശൈലികളിൽ, സമ്പ്രദായങ്ങളിൽ മാറ്റങ്ങളാകാം. മാറ്റങ്ങളെ നാം സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നു. മാറ്റങ്ങളെ സ്വീകരിച്ചുകൊണ്ട് വാഫി സംവിധാനവും ദാറുൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി തുടങ്ങിയിട്ടുള്ള സംവിധാനങ്ങളും ചെറു സംരംഭങ്ങളും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഈ ഉമ്മത്തിനെ കാലത്തിൻ്റെ ഒപ്പം കൊണ്ട് നടത്താൻ, ഉമ്മത്തിനെ കാലത്തിൻ്റെ ഒപ്പം നടത്താനായിട്ട് അങ്ങനെയുള്ള സംരംഭങ്ങളിൽ പ്രമുഖ സ്ഥാനം വഹിക്കുന്ന സംരംഭമാണ് വാഫി. ഈ വാഫി സംവിധാനം ഇന്ന് കേരളീയന്, വിദ്യാഭ്യാസ കാര്യങ്ങളിൽ താല്പര്യമുള്ള, അത് ശ്രദ്ധിക്കുന്ന കേരളീയന്, അന്യ ജാതിയിലും മതത്തിലും പെട്ടവർക്ക് പോലും ആരും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. ഖത്തറിൽ ചെന്നപ്പോൾ ഈ വലിയ കെട്ടിടത്തിൽ ഒരു ക്ലാസ് മുറി നിർമ്മിച്ചു നൽകാൻ 8 ലക്ഷം രൂപ ചെലവാക്കി ഒരു ക്ലാസ് മുറി നിർമ്മിച്ചു നൽകാൻ KMCCയുടെ ഒരു പരിപാടിയിൽ തിരുനാവായ ഖാലിദിന്റെ നിർദ്ദേശപ്രകാരം ബാലൻ എന്ന് പറയുന്ന ചേളാരിക്കാരൻ മുന്നോട്ട് വരികയാണ്. കോടികൾ ഇവിടെ ചെലവായിട്ടുണ്ട്. എടുത്തു പറയേണ്ടത് ആണല്ലോ ഇത്, അതുകൊണ്ട് പറയുകയാണ്. ഇതൊക്കെ പറയുന്നത് പോലെ ഈ സ്ഥാപനം നട്ടു വളർത്താൻ പോകുന്ന വിചാരങ്ങളും കാഴ്ചപ്പാടുകളും ഈ രാജ്യത്ത് ജീവിക്കുന്ന മുഴുവൻ ജനങ്ങൾക്കും ഉൾക്കൊള്ളാൻ പറ്റുന്ന, സഹകരിച്ച് പോകാൻ പറ്റുന്ന, ഈ രാജ്യത്തിൻ്റെ ക്ഷേമത്തിനും നിർമ്മാണത്തിനും അഖണ്ഡതയ്ക്കും ഉതകുന്ന തരത്തിലുള്ളതായിരിക്കും എന്ന് ആളുകൾക്കൊക്കെ അറിയാം. സമസ്ത കേരള ജമിയത്തുൽ ഉലമയെക്കുറിച്ച് ഈ ഒരു തിരിച്ചറിവ് രാജ്യത്തിൻ്റെ മുഴുവൻ സംവിധാനങ്ങൾക്കുമുണ്ട്. അതുകൊണ്ട് തന്നെ സമസ്തയുടെ തണലിൽ എന്ത് നല്ല കാര്യങ്ങൾക്കും വളരാൻ സാധിക്കും. അങ്ങനെയുള്ള വലിയ ഒരു സംവിധാനമായി സമസ്ത കേരള ജമിയത്തുൽ ഉലമയെ നട്ടുവളർത്തിയ നമ്മുടെ പൂർവികരായിട്ടുള്ള മഹാന്മാരായിട്ടുള്ള ആലിമീങ്ങളെയും സാദാത്തുക്കളെയും ഈ അവസരത്തിൽ ഞാൻ ഓർക്കുകയാണ്. പടച്ചവനെ, നീ അവർക്ക് തക്ക പ്രതിഫലം നൽകണേ.
പടച്ചവനെ ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ പേരിൽ അവർക്ക് നീ തക്ക പ്രതിഫലം നൽകണേ തമ്പുരാന്, അവർക്ക് നീ തക്ക പ്രതിഫലം നൽകണേ തമ്പുരാന്. അത് പറയുമ്പോൾ കൂടെ പറയേണ്ട 1-2 വ്യക്തിത്വങ്ങളുണ്ട്. മഹാനായ ബാഫക്കി തങ്ങൾ. മഹാനായ ബാഫക്കി തങ്ങളാണ് കേരളത്തിൻ്റെ, ഇന്ത്യയുടെ ബോധത്തിൻ്റെ, തിരിച്ചറിവിൻ്റെ വഴികാട്ടി. അല്ലാഹു സ്വർഗത്തിൽ തങ്ങൾക്കൊപ്പം നമ്മളെയൊക്കെ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. ആ വെളിച്ചം കൂടുതൽ ശോഭയോടുകൂടി മഹാനായ പൂക്കോയ തങ്ങൾ നമുക്ക് പകർന്നു തന്നു. അല്ലാഹുവേ നീ തക്ക പ്രതിഫലം നൽകണേ തമ്പുരാനെ. മഹാനായ ശിഹാബ് തങ്ങൾ അവർകൾ ആ വെളിച്ചം നമുക്ക് പരത്തി തന്നു, ദീർഘകാലം പരത്തി തന്നു. നീ പ്രതിഫലം നൽകണേ തമ്പുരാനെ. ഇന്നിപ്പോ ശാന്തനായി ഞങ്ങളൊക്കെ ഫൈവിമാരെന്ന നിലക്ക് അഭിമാനിക്കുകയാണ്. ജാമിയ നൂരിയയുടെ സന്തതിയായിട്ടുള്ള മഹാനായ സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങളുടെ തണൽ, ആ തണലിൽ രാജ്യം കൂടുതൽ ഭദ്രതയിൽ, ഉമ്മത്ത് കൂടുതൽ ഭദ്രതയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അല്ലാഹുവേ നീ ഈ ശാന്തമായ അന്തരീക്ഷം ഞങ്ങൾക്ക് വേണ്ടിയും ഈ രാജ്യത്തിന് വേണ്ടിയും ലോകത്തിന് വേണ്ടിയും നിലനിർത്തണേ തമ്പുരാനെ. നമ്മൾ മുസ്ലിങ്ങൾ ഈ തണലുകളിൽ ഈ രാജ്യത്ത് അംഗസംഖ്യ കൊണ്ട് 2ാം സ്ഥാനത്താണെങ്കിൽ ജനാധിപത്യ മാർഗത്തിൽ രാജ്യഭരണ കാര്യങ്ങൾ മുന്നോട്ട് നയിക്കുന്ന കാര്യത്തിലും 2ാം സ്ഥാനത്താണ്, 3ാം സ്ഥാനത്തായിട്ടില്ല. ഞങ്ങളെ നീ സംരക്ഷിക്കണേ തമ്പുരാനെ. ഞങ്ങളുടെ ഈ തണലുകൾ നീ നിലനിർത്തണേ തമ്പുരാനെ. പാണക്കാട്ട് കുടുംബത്തിന്റെ തണൽ നീ നിലനിർത്തണേ തമ്പുരാനെ. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ തണൽ ഞങ്ങൾക്ക് നീ നിലനിർത്തി തരണേ തമ്പുരാനെ. കൂട്ടത്തിൽ പറയട്ടെ, സമസ്തയുടെ നേതാക്കൾ ഒരുപാട് ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടില്ല എന്ന് പറയപ്പെടാറുണ്ട്. സമസ്തയുടെ നേതാക്കൾ, സമസ്തയുടെ ആലിമീങ്ങൾ, ഞങ്ങളുടെ ഗുരുനാഥന്മാർ അനേകം ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുണ്ട്, അനേകം ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുണ്ട്. ഗ്രന്ഥകാരന്മാർ എഴുതിയിട്ടുള്ള ഗ്രന്ഥങ്ങളൊക്കെ ഈ സംഘടനയിൽ നിന്നുണ്ടായിട്ടുള്ളതാണ്. ഈ സംഘടനയാണ് ഈ ചിന്ത നൽകിയത്. ഈ ചിന്ത ഉൾക്കൊള്ളുന്നവർ നടത്തുന്ന ഏത് സൃഷ്ടിയും ഈ മഹാന്മാരായ ഗുരുനാഥന്മാരുടെ ചിന്തയാണ്, അവരുടെ രചനയാണ്. പലരും ഗ്രന്ഥരചനകൾ നടത്തി ഗ്രന്ഥപ്പുരകൾ നിറച്ച് കടന്നുപോയി. അല്ലാഹുവേ നീ അവർക്ക് പ്രതിഫലം നൽകണേ. എന്നാൽ കേരളത്തിന്റെ സമസ്തയുടെ ആലിമീങ്ങൾ വിശ്വാസമുണ്ടാക്കി, വിശ്വാസത്തിന് വേരുണ്ടാക്കി. ആ വേര് യൗമുൽ ഖിയാമ, ഖിയാമം വരെ നിലനിൽക്കും ആഴത്തിൽ അത് ഞാത്തി. അതിലും വലിയ ഗ്രന്ഥമില്ല, അതിലും വലിയ രചനയില്ല. അനുഗ്രഹീതരാണ് നമ്മൾ, അനുഗ്രഹീതരാണ് ഈ ഉമ്മത്ത്. പണ്ട് ഹാറൂൻ റഷീദ് റഹിമഹുല്ലാ, ഹാറൂൻ റഷീദ് എന്ന് കേൾക്കുമ്പോൾ റഹിമഹുല്ലാ എന്ന് നമുക്ക് നിസ്സങ്കോചം പറയാം. മഹാനായ പണ്ഡിതനും വാഗ്മിയും ഭരണാധികാരിയുമായിരുന്നു ഹാറൂൻ റഷീദ്. ബഹുമാനപ്പെട്ടവർ ദമസ്കിലെ വലിയ പള്ളിയിൽ ഖുതുബയോതുമ്പോ കാർമേഘം കടന്നു പോകുമ്പോ ഇങ്ങനെ കാർമേഘം കാണുമ്പോ പറയും, കടന്നു പോകുന്ന കാർമേഘത്തോട് പറയുമായിരുന്നു, യാ സമാഉ അംതിരി ഐനമാ ശിഇതി യഅ്തിനി ഖറാജുകി. ആകാശമേ നീ ബോധിച്ചിടത്തേക്ക് പറന്നു പോയിക്കോ, നീ വർഷിച്ചുണ്ടാകുന്ന കൃഷിയുടെ ഫലം എനിക്കിവിടെ വരും. സൂര്യനസ്തമിക്കാത്ത സാമ്രാജ്യം നമ്മൾ കേട്ടിട്ടേ ഉള്ളൂ, ഇത് കണ്ടവരാണ് നമ്മൾ. ഭാഗ്യം ചെയ്ത സമൂഹമാണ് നമ്മൾ, വലിയ തലയെടുപ്പുള്ള സമൂഹമാണ് നമ്മൾ. നമുക്കിടയിൽ ഭിന്നതകളില്ല, എടുത്തു പറയാവുന്ന ഭിന്നതകളില്ല, പ്രശ്നങ്ങളില്ല. ആര് പറഞ്ഞു കേരളത്തിൽ മുസ്ലിങ്ങൾക്കിടയിൽ പ്രശ്നമുണ്ട് എന്ന്? ഒന്നുകൂടി ഞാൻ പറയട്ടെ, കേരളത്തിലെ മുസ്ലിങ്ങൾ അംഗസംഖ്യ കൊണ്ട് 2ാം സ്ഥാനത്താണെങ്കിൽ തുടർന്ന കാര്യങ്ങളിൽ 2ാം സ്ഥാനത്താണ്. ഇവിടെ ഭിന്നത? 3 പടുകൂറ്റൻ വിദ്യാഭ്യാസ സംവിധാനം ഈ കൊച്ചു കേരളീയ മുസ്ലിം സമൂഹം നടത്തിക്കൊണ്ടിരിക്കുന്നു. ഞങ്ങളുടെ മാതൃസ്ഥാപനമായ ജാമിയ നൂരിയ, അതിൽ ചെന്ന് അവസാനിക്കുന്ന പഠന സമ്പ്രദായം വിഭാവന ചെയ്യുന്ന കോളേജുകൾ 50-60 ഉണ്ട്. ഒരു പടുകൂറ്റൻ യൂണിവേഴ്സിറ്റി സംവിധാനമാണത്.
ഈ സംവിധാനം ആൺകുട്ടികൾക്ക് 44, 6 സ്ഥാപനം പെൺകുട്ടികൾക്ക് 50 സ്ഥാപനങ്ങളുടെ പടുകൂറ്റൻ സംവിധാനം. എവിടെയാണിത് ലോകത്തുള്ളത്? ജാമിയ ദാറുൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി, ആർക്കും അസൂയ തോന്നുന്ന തരത്തിലുള്ള വലിയ സംവിധാനം, അതൊക്കെ ഇവിടെ നടക്കുന്നു. നമ്മൾ വളരെ ആത്മവിശ്വാസത്തോടു കൂടി, ആർജവത്തോടു കൂടി മുന്നോട്ട് പോകേണ്ടിയിരിക്കുന്നു, നിർമ്മിക്കേണ്ടിയിരിക്കുന്നു. ഇവിടെ നമുക്ക് നിർമ്മിക്കാനുള്ളത് ഈ കാണുന്നതൊന്നുമല്ല, ഇതൊരു ചെറിയ ഭാഗമാണ്. ഈ നാട്ടുകാരൊരു പക്ഷേ പലരും എന്നെ കേൾക്കുന്നുണ്ട്. ഇതിവിടെ തുടങ്ങാൻ തീരുമാനിച്ചപ്പോ ഈ അടക്കാക്കുണ്ട് പള്ളിയിൽ ജുമഅക്ക് മുമ്പ് പ്രസംഗിക്കുമ്പോ വിനീതനായി ഞാൻ പറഞ്ഞിട്ടുണ്ട്, ബാപ്പു ഹാജി 15 ഏക്കർ തന്ന് തന്റെ സമ്പാദ്യം മുഴുവനും എന്നേക്കുമായി തൻ്റേത് മാത്രമാക്കി മാറ്റി. പക്ഷെ ഈ 15 ഏക്കർ കൊണ്ട് ഞങ്ങൾ സ്വപ്നം കാണുന്ന സംവിധാനം എവിടെയും എത്തൂല. 15ഉം 30ഉം 300ഉം 3000ഉം ഒക്കെ വേണ്ടിവരും. ലോകത്തിന് വെളിച്ചം കാണിച്ചു കൊടുത്തിട്ടുള്ള സമൂഹമാണ് മുസ്ലിം ഉമ്മത്ത്. ഇബ്നുൽ ഹൈസമിനെയും ഖുവാറസ്മിയെയും മറ്റും ആധുനിക ലോകം ഇന്നും ഓർത്തുകൊണ്ടിരിക്കുന്നു, അംഗീകരിച്ചു കൊണ്ടിരിക്കുന്നു. പ്രകാശവർഷം എന്ന പേരിൽ ഇബ്നു ഹൈസമിന്റെ പേരിൽ ഒരു വർഷം ആചരിച്ചു, തലയിൽ കെട്ടിയ മൂല്യരുടെ പേരിൽ. ഇതൊക്കെ തിരിച്ചു വരാനുള്ള കാര്യങ്ങളാണ്, തിരിച്ചു വരാത്ത കാര്യങ്ങളല്ല. അതിന് എന്റെയും നിങ്ങളുടെയും അധ്വാനം, സമയമുള്ളവന്റെ സമയം, അറിവുള്ളവന്റെ അറിവ്, ആരോഗ്യമുള്ളവന്റെ ആരോഗ്യം, പണമുള്ളവന്റെ പണം, സ്വാധീനമുള്ളവന്റെ സ്വാധീനം, ഒരേ ദിശയിൽ, ഒരേ മാതിരിയിൽ, ഏകകണ്ഠമായി, ഒരേ രൂപത്തിൽ നമ്മൾ ദിശ തിരിച്ചുവിടേണ്ടതുണ്ട്. അതിനൊക്കെ വേണ്ടിയുള്ള ഒരു തുടക്കമാണ് ഇവിടെ. അള്ളാഹു ഈ തുടക്കം നന്നാക്കുമാറാകട്ടെ. ഇനി ഈ തുടക്കത്തെ സംബന്ധിച്ചിടത്തോളം ഇതിലും വലിയ അനുഗ്രഹമില്ല എന്ന് ഞാൻ വിനീതമായി വിചാരിക്കുന്നു. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട AP ഉസ്താദ് ഇവിടെയുണ്ട്. അള്ളാഹു ദീർഘായുസ് നൽകുമാറാകട്ടെ, രോഗങ്ങളും ക്ഷീണങ്ങളും പരിഹരിച്ചു കൊടുക്കുമാറാകട്ടെ. ജന്നാത്തുൽ ഫിർദൗസ് നമുക്കൊക്കെ ഇതിന്റെ പേരിൽ അള്ളാഹു പ്രതിഫലമായി നൽകുമാറാകട്ടെ. ഇന്ത്യക്ക് തന്നെ അഭിമാനമായിട്ടുള്ള ഷെയ്ഖുന ആരിക്കുട്ടി ഉസ്താദ് ഇവിടെയുണ്ട്, ഹമസ്തയുടെ ജനറൽ സെക്രട്ടറി, ആലിമീങ്ങൾ എല്ലാവരും ഉണ്ട്. ഇതിൻ്റെ ഒക്കെ മീതെ എല്ലാവർക്കും തണലായി സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങളുണ്ട്. തങ്ങളവർ ഇവിടെ പഠനം തുടങ്ങുകയാണ്. ഏതാനും കുട്ടികൾക്ക്, 100-ൽ താഴെ കുട്ടികൾക്ക് ക്ലാസ് കിതാബ് ചൊല്ലിക്കൊടുക്കുകയാണ്, അല്ലെങ്കിൽ പഠനം തുടങ്ങിക്കൊടുക്കുകയാണ്. അടുത്ത വർഷം 253 കുട്ടികൾ വരണം, 234 കുട്ടികൾ വരണം. 2021 ആകുമ്പോൾ 1353 കുട്ടികൾ വരണം. ഇതൊരു അക്കാദമിക് ബ്ലോക്ക് മാത്രമാണ്. ജൂൺ ആകുമ്പോഴത്തേക്ക് ഒരു 350 കുട്ടികളുടെ ഹോസ്റ്റൽ ഉടനെ വരണം, വലിയ ലൈബ്രറി വരണം, ക്യാൻറ്റീൻ വരണം, ഇതുപോലുള്ള മറ്റൊരു അക്കാദമിക് ബ്ലോക്ക് അപ്പുറത്ത് വരണം, അതിൻ്റെ അപ്പുറത്ത് പെൺകുട്ടികളുടെ സ്ഥാപനം വരണം, പലതും വരണം. ഉമ്മത്ത് വിചാരിച്ചാൽ ഇതൊക്കെ എളുപ്പമാണ്. ഇതിത്രയും നടന്നത് 2 സംഗതികൾ കൊണ്ടാണ്. ചില ആളുകളുടെ ശ്രമം ഞാൻ വീണ്ടും എടുത്തു പറയുന്നില്ല. ബഹുമാനപ്പെട്ട ഹൈദർ അലി ശിഹാബ് തങ്ങളവർകൾ, തങ്ങളുടെ സഹചാരിയായ അബ്ദുൽ നാസർ, ഇവരുടെ പരിശ്രമം വളരെ വലുതാണ്. വാണിബേലിയിലെ കുഞ്ഞു മുഹമ്മദ്, തിരുവട്ടൂർ ഇബ്രാഹിം കുട്ടി, PSH തങ്ങൾ, ഖാലിദ് തുടങ്ങിയിട്ടുള്ള, അബൂബക്കർ കാസിമി തുടങ്ങിയിട്ടുള്ള കുറെ ആളുകൾ, ഞാൻ എല്ലാവരുടെയും പേരെടുത്ത് പറയുന്നില്ല, അനേകം ആളുകൾ. ഖത്തറിൽ ഞങ്ങൾ ഇതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ നിയമം പ്രതികൂലമാവുകയില്ല എന്നൊരു ചർച്ച വന്നപ്പോൾ 2 ചെറുപ്പക്കാർ പറഞ്ഞു, നിയമം ദീനീ പ്രവർത്തനത്തിന് പ്രതികൂലമാണെങ്കിൽ ഈ നാട് വേണ്ട, ദീന് മതി. അങ്ങനെയാണ് ഇത് തുടങ്ങിയത്. അതുകൊണ്ടാണ് 6 മാസം ഉറക്കത്തിൽ ഫോൺ എടുത്ത് ബഹുമാനപ്പെട്ട തങ്ങൾ ഇതിനെ തലോടിയത്. അള്ളാഹുവിനെ സ്വീകരിക്കണേ. ഇത് മുന്നോട്ട് പോവുകയാണ്, നമുക്കിത് പൂർത്തിയാക്കണം. എല്ലാവരും തന്ന വാഗ്ദാനത്തിന്റെ അടിസ്ഥാനത്തിൽ തുടങ്ങി. ഇനി ആ വാഗ്ദാനത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ഇത് പൂർത്തീകരിക്കാനും സാധിക്കും. ഗ്രന്ഥങ്ങൾ നൽകിയവരുണ്ട്, സാധനങ്ങൾ നൽകിയവരുണ്ട്, പണം നൽകിയവരുണ്ട്, കഠിനാധ്വാനം ചെയ്തവരുണ്ട്. എല്ലാവരെയും പ്രത്യേകം പേരെടുത്ത് പറഞ്ഞ് ബഹുമാനിക്കാനും ആദരിക്കാനും ഈ സമയം വിശാലമല്ല. ഒരുപാട് ആൾക്കാർ ഇന്ന് എത്തിയിട്ടുണ്ട്, ഈ സദസ്സിലും വേദിയിലുമുണ്ട്. എല്ലാവരെയും ഞാൻ നന്ദിപൂർവ്വം ഓർക്കുകയാണ്. ബാപ്പു ഹാജി പറയേണ്ട കാര്യമില്ല. സുലൈമാൻ മുസ്ലിയാർ പറഞ്ഞതുപോലെ
സുലൈമാൻ മുസ്ലിയാരും ബഹാവുദ്ദീൻ ഫൈസിയും ഫരീദ് റഹ്മാനിയും സലാം ഫൈസിയും അവരാണ് ഇതിന്റെ വഴി തെളിച്ചത്. നമ്മൾ പലപ്പോഴും അങ്ങനെയാണ്, വലിയ വലിയ കാര്യങ്ങൾ വരുമ്പോൾ പിന്നിൽ വഴി തെളിച്ച ആളുകളൊക്കെ വിസ്മരിക്കപ്പെടും. ആര് വിസ്മരിച്ചാലും ഇവരെയൊന്നും പടച്ചവനെ നീ വിസ്മരിക്കരുത്, നീ ഓർക്കണേ, നീ പ്രതിഫലം കൊടുക്കണേ പടച്ചവനെ. ബഹുമാനപ്പെട്ട ആജിയാർക്ക് ഇവിടെ പഠനം തുടങ്ങി കണ്ടിട്ട് മരിക്കണമെന്നാണ് ഇന്ന് കരഞ്ഞുകൊണ്ട് ഈ മുറ്റത്തുനിന്ന് പറഞ്ഞത്. ഞാൻ ആ സമയം നീട്ടിക്കൊണ്ടുപോകുന്നില്ല, ബഹുമാനപ്പെട്ട തങ്ങളത് നിർവഹിക്കുകയാണ്. ഇവിടെ പഠനം ആരംഭിച്ച് ആജിയാര് ബഹുമാനപ്പെട്ട ബാപ്പു ഹാജി സന്തോഷിക്കാൻ പോവുകയാണ്. ഈ പ്രദേശം വല്ലാത്ത പ്രദേശമാണ്, വല്ലാത്ത നിറവുള്ള, വല്ലാത്ത ആർദ്രതയുള്ള പ്രദേശമാണ്. നാട്ടുകാർ എല്ലാ അർത്ഥത്തിലും ഇതിന്റെ ഒപ്പം നിന്ന് ഇങ്ങനെ ഒന്ന് ഈ നാട്ടിൽ വരുമ്പോൾ സന്തോഷിക്കുകയും വേണ്ടതൊക്കെ ചെയ്യാൻ തയ്യാറെടുക്കുകയും ചെയ്തിരിക്കുകയാണ്. നീ എല്ലാവർക്കും പ്രതിഫലം നൽകണേ തമ്പുരാനെ. ഒരുപാട് ആളുകൾ കൂട്ടത്തിൽ ഞാൻ ഒരാളെ പ്രത്യേകം പറയണം. ഈ സംവിധാനം തുടങ്ങാൻ വേണ്ടി ഒരുങ്ങുമ്പോൾ ഇതിനൊരു ഫൈനാൻസ് കമ്മിറ്റി ഉണ്ടായിരുന്നു. അതിന് വേണ്ട എല്ലാ ആത്മവിശ്വാസം തന്നുകൊണ്ട് ഞാനെന്ന വ്യക്തി എൻ്റെ കാര്യം ഒന്ന് പറഞ്ഞ് നിങ്ങൾ ക്ഷമിക്കണം. പള്ളിയിൽ ചെറിയ കിതാബ് ഓതുമ്പോൾ ഒപ്പം പഠിച്ചിരുന്ന മക്ക ലത്തീഫ് ഹാജി എന്ന് പറയുന്ന പേരിൽ അറിയപ്പെടുന്ന അബ്ദുൽ ലത്തീഫ് ഹാജി കാപ്പ്, അദ്ദേഹം ഇന്നലെ മരിച്ചു. ഇന്ന് കാലത്ത് അള്ളാഹുവിൻ്റെ അടുത്തേക്ക് അലിഞ്ഞു ചേരാൻ പോയിരിക്കുകയാണ്. അള്ളാഹുവേ നീ അദ്ദേഹത്തിന് പ്രതിഫലം നൽകണം. അദ്ദേഹത്തിന്റെ വിഹിതം ഇതിലുണ്ട്. ഞങ്ങളെപ്പോലുള്ള പ്രവർത്തകർക്ക് അദ്ദേഹത്തിന്റെ പല സഹായങ്ങളും വിഹിതങ്ങളായി ആത്മവിശ്വാസങ്ങളായിട്ടുണ്ട്. അള്ളാഹുവേ നീ പ്രതിഫലം നൽകണേ, നീ സ്വർഗം നൽകണേ തമ്പുരാനെ. കുടുംബത്തിന്, മക്കൾക്ക് നീ വല്ലാത്ത ശാന്തിയും സമാധാനവും നൽകണേ പടച്ചോനെ. ഞാൻ നിർത്തുകയാണ്. ഇവിടെ അള്ളാഹു വലിയവനാണ്. ഞാൻ സൂചിപ്പിച്ചതുപോലെ ഇത് ഇങ്ങനെ ഒരു ചെറിയ സ്ഥാപനമൊന്നുമല്ല, അതൊരു വലിയ യൂണിവേഴ്സിറ്റി ആവാൻ പോവുകയാണ്. അക്ഷരാർത്ഥത്തിൽ ഒരു യൂണിവേഴ്സിറ്റി ആവാൻ പോവുകയാണ്. സമയം വിശാലമല്ലാത്തത് കൊണ്ട് ഞാൻ അതിൻ്റെ സാധ്യതകളെ കുറിച്ച് ഇപ്പോൾ പറയുന്നില്ല. എന്തായാലും കുറച്ചു കാലം കഴിയുമ്പോൾ കേരളത്തിന്റെ ഇസ്ലാമിക വിദ്യാഭ്യാസ ചരിത്രം വാഫി PG വാഫി ക്യാമ്പസിന് മുമ്പും ശേഷവും എന്ന രീതിയിൽ തിരിച്ചു വായിക്കപ്പെടും. കേരളീയ ഇസ്ലാമിക വിദ്യാഭ്യാസത്തിന്റെ ചരിത്രം വാഫി ക്യാമ്പസിന് മുമ്പും ശേഷവും എന്ന രീതിയിൽ രണ്ടായി വായിക്കപ്പെടും. അങ്ങനെ നമ്മുടെ മുഴുവൻ സംരംഭങ്ങളും വഴിത്തിരിവുകളായി തീരട്ടെ. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. മാനുസ്താദ് അവറുകളെ ഓർക്കാതെ ഇങ്ങനെയുള്ള സംരംഭങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധ്യമല്ല. അവിടെയും ഞാൻ അല്പം വ്യക്തികാര്യം ബഹുമാനപ്പെട്ട മാനുസ്താദ് അവറുകൾ വിനീതനായ എന്നെ സംബന്ധിച്ചിടത്തോളം, നിങ്ങളൊക്കെ സംബന്ധിച്ച് പറയേണ്ട കാര്യമല്ല, പിതാവിനെ പോലെയായിരുന്നു. കിതാബ് ഓതുന്ന ഭാഗ്യം കിട്ടിയിട്ടില്ലെങ്കിലും ഗുരുവിനേക്കാൾ വലിയ വാത്സല്യമായിരുന്നു. അങ്ങോട്ടും അങ്ങനെ തന്നെയായിരുന്നു. വഫി സംവിധാനത്തിന്റെ ഭാഗമായി ബഹുമാനപ്പെട്ടവരുടെ ഇരിങ്ങാട്ടിരിയിലെ ദർസ് വളരെ ആദ്യം അഫിലിയേറ്റ് ചെയ്യുമ്പോൾ ഉള്ളിരാ നിലപാട് ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകൾ പ്രഖ്യാപിക്കുകയായിരുന്നു. പല സന്ദർഭങ്ങളിലും ഉസ്താദ് അവറുകൾ അക്കാര്യം തുറന്നു പറഞ്ഞിട്ടുണ്ട്. അള്ളാഹുവേ, ഉസ്താദിന്റെ ആത്മാവിലേക്ക് ഈ കാണുന്ന സന്തോഷങ്ങളുടെയൊക്കെ ഒരു വിഹിതം ദുആയായി നീ എത്തിക്കണേ തമ്പുരാനെ. നീ ബഹുമാനപ്പെട്ട ഉസ്താദിന് സ്വർഗം നൽകണേ തമ്പുരാനെ, നീ സ്വർഗം നൽകണേ തമ്പുരാനെ. ഞാൻ നിർത്തുകയാണ്. ബഹുമാനപ്പെട്ട പ്രവർത്തകർ, കുറെ ആളുകൾ ഇവിടെ കൂടിയിട്ടുള്ളത് സ്വന്തമായി സ്ഥാപനങ്ങൾ നടത്തുന്ന ആളുകളാണ്. സ്ഥാപനങ്ങൾ നടത്തുമ്പോൾ പ്രയാസങ്ങൾ ഏറെയാണ്. സ്വന്തം സ്ഥാപനങ്ങൾ, സ്വന്തം മഹലിലെ സ്ഥാപനങ്ങൾ, നമ്മൾ സെക്രട്ടറിയും ഖജാൻജിയും ഒക്കെ ആയിട്ടുള്ള സ്ഥാപനങ്ങൾ, നമ്മുടെ കുടുംബത്തിലെ കാര്യങ്ങൾ, നമ്മുടെ നാട്ടിലെ മറ്റു കാര്യങ്ങൾ ഒക്കെ ചെയ്യുമ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങളും നമ്മൾ ചെയ്യുകയല്ലാതെ നിവൃത്തിയില്ല. പഴം കാഴ്ച മൂച്ചിയിൽ കല്ലെറിയാൻ കുട്ടികളൊക്കെ വരും. ആവശ്യക്കാർ കൂടുതലായിരിക്കും. കൊടുക്കുന്നവനെ തേടി ആളുകൾ വന്നുകൊണ്ടിരിക്കും. അതവരൊരു സന്തോഷമായി കാണുകയാണ്. ആ സമയത്ത് ഞാൻ ഈ സംരംഭത്തെ സഹായിച്ച ആളുകളെ ഒന്ന് ഓർക്കുകയാണ്. മഹാനായ ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹു പറഞ്ഞൊരു വാക്കുണ്ട്. ഹസനുൽ ബസരി റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിൽ ഒരാൾ വന്ന്, ഒരു യാചകൻ കൈ കാട്ടി വന്നിരിക്കുകയാണ്.
ഓടിച്ചാടി അദ്ദേഹത്തിനെ സ്വീകരിച്ചു. ബഹുമാനപ്പെട്ട ഹസൻ ബസരി റളിയല്ലാഹു അൻഹു പറഞ്ഞു, മർഹബൻ ബിമൻ ജാഅ യഹ്മിലു സാദി ഇലൽ ആഖിറതി ബിലാ ഉജ്റ. എൻ്റെ പരലോകത്തേക്കുള്ള പാതേയം, പരലോകത്തേക്കുള്ള എൻ്റെ യാത്രയിൽ എനിക്ക് കരുതാനുള്ള പൊതിച്ചോറ് പാതേയം, അത് കൂലി കൂടാതെ കൊണ്ടുപോകാൻ തയ്യാറായി വന്നവനെ സ്വാഗതം. പിരിവുകാരൻ, പണം ചോദിച്ചു വരുന്നവൻ, കൊടുക്കുന്നവന്റെ പരലോകത്തേക്കുള്ള പാതേയം ഭദ്രമായി വാങ്ങി ഭദ്രമായി അവിടെ എത്തിക്കുകയാണ്. ബിലാ ഉജ്റ, കൂലി കൂടാതെ. കൂലിയില്ല, യാതൊരു കൂലിയില്ല. ലാ നുരീദു മിൻകും ജസാഅൻ വലാ ശുകൂറ, പ്രതിഫലം വേണ്ട, നന്ദിയും വേണ്ട, കൂലിയില്ലാതെ നിങ്ങളുടെ പാതേയം. ബഹുമാനപ്പെട്ടവരെ, നിങ്ങൾ തന്ന ഓരോ ചില്ലിക്കാശും ഒരു കൂലിയും ഒരു ചെലവും കൂടാതെ 100% അറിവിലും വിശ്വാസത്തിലും പറയാണ് 100% ഇവിടെ കെട്ടിടമായി തീർന്നിരിക്കുന്നു 6 മാസം കൊണ്ട്. ഇത് നിങ്ങളാണ് നിർമ്മിച്ചത്, ബാക്കി നിങ്ങളാണ് നിർമ്മിക്കേണ്ടത്. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. പലരും ഹസനുൽ ബസരിയെ പോലെയാണ് ഞങ്ങളെ സ്വാഗതം ചെയ്തത്. ഫാത്തിമ ബീവി ഒരിക്കൽ ഭൃത്യൻ കയറി ചെന്നപ്പോ സ്വർണ്ണ നാണയം അത്ര പുരട്ടുകയാണത്രേ. എന്തിനാ അത്ര പുരട്ടണമെന്ന് ചോദിച്ചപ്പോ, ഇത് വാങ്ങാൻ വരുന്ന ആളുകൾ എൻ്റെ കയ്യിൽ നിന്ന് ഇത് വാങ്ങിയിട്ട് അള്ളാഹുവിലേക്ക് എത്തിക്കുകയാണ്, അള്ളാഹുവിലേക്ക് കൊടുത്തേക്കുന്ന സ്വർണ്ണ നാണയമാണിത്, അതിൽ അത്ര പുരട്ടണം. അങ്ങനെയാണ് എല്ലാവരും പെരുമാറിയത്. അള്ളാഹുവിനെ ഇതൊക്കെ പ്രതിഫലം നൽകി അനുഗ്രഹിക്കണമേ, അള്ളാഹുവിനെ സ്വീകരിക്കണേ. അള്ളാഹു നമ്മളെ ഏറ്റെടുക്കുമാറാകട്ടെ. ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ഇന്ന് നമ്മൾ കൂടിയിട്ടുള്ളത് ബഹുമാനപ്പെട്ട തങ്ങളവർകൾ ഈ മക്കൾക്ക്, ഈ വലിയ സംവിധാനത്തിന് പഠനാരംഭം കുറിക്കുന്ന ആ വലിയ രംഗത്തിന് സാക്ഷികളാകാൻ വേണ്ടിയാണ്. ബഹുമാനപ്പെട്ട തങ്ങളവർകളെ വളരെ ആദരത്തോടുകൂടി പഠനാരംഭം കുറിക്കാൻ വേണ്ടി ക്ഷണിക്കുന്നു. കുട്ടികളോട് തയ്യാറാകാൻ വിനീതമായി ആവശ്യപ്പെടുന്നു. ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഇതിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കിയിട്ടുള്ളത് ആദരണീയരായ ഈ സംവിധാനത്തിൻ്റെ സിൻഡിക്കേറ്റ് മെമ്പറും സ്വന്തമായി ഒരു പെൺകുട്ടികളുടെ കോളേജ് നിർമ്മിച്ച്, ഭൂമി കണ്ട് നിർമ്മിച്ച് ചലിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഹുസൈനാജി അവറുകളാണ്. അദ്ദേഹത്തിൻ്റെ കഠിന പരിശ്രമം, രോഗം വകവെക്കാതെയുള്ള അദ്ദേഹത്തിൻ്റെ പ്രയത്നം കൊണ്ടാണ് ഈ ചെറിയ സമയത്ത് ഇതിവിടെ പൂർത്തിയായത്. അദ്ദേഹത്തെ നമ്മൾ ആദരിക്കേണ്ടതുണ്ട്. അള്ളാഹു അദ്ദേഹത്തിന് തക്ക പ്രതിഫലം നൽകുമാറാകട്ടെ. അതുപോലെ ഈ സംവിധാനം, ഈ കെട്ടിടം നിർമ്മിക്കുമ്പോൾ മുഹമ്മദ് ഹനീഫ എന്ന് പറയുന്ന എഞ്ചിനീയർ, അദ്ദേഹത്തിൻ്റെ കുശാഗ്ര ബുദ്ധിയും എഞ്ചിനീയറിംഗിലുള്ള അദ്ദേഹത്തിൻ്റെ അറിവും കഴിവും കണിശതയും ഇതിങ്ങനെ പെട്ടെന്നായിത്തീരുന്നതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. അള്ളാഹുവെ ആ ചെറുപ്പക്കാരന് പ്രതിഫലം നൽകണേ. അദ്ദേഹത്തിന് എല്ലാ രീതിയിലുമുള്ള ക്ഷേമവും ഐശ്വര്യവും ആരോഗ്യവും നൽകി അനുഗ്രഹിക്കണമേ തമ്പുരാനെ. അതുപോലെ ഇതിൻ്റെ ഇലക്ട്രിക് ജോലികൾ ഏറ്റെടുത്തവർ, ഈ പ്രദേശത്തുകാരനായ ഇതിൻ്റെ പ്ലംബിംഗ് ജോലികൾ ഏറ്റെടുത്തിട്ടുള്ള ശശി തുടങ്ങിയിട്ടുള്ള ആളുകളൊക്കെ ഇവിടെയുണ്ട്. അവരെയൊക്കെ നമ്മൾ ആദരിക്കേണ്ടതുണ്ട്. എല്ലാവർക്കും നല്ലതുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഈ കാര്യങ്ങൾക്ക് വേണ്ടി ഓടിച്ചാടി നടന്ന 2 ആളുകളുണ്ട്. ആദരണീയനായ സഹപ്രവർത്തകൻ റിപ്പൺ ഇബ്രാഹിം ഫൈസി അവർകൾ, ഡോക്ടർ ജലീൽ വാഫി അവർകൾ, പിന്നെ CIC-യുടെ ഓഫീസിലുള്ള അനേകം ആളുകൾ. ഇവരൊക്കെ ഓടിച്ചാടി ഊണുമുറക്കമില്ലാതെ പ്രയത്നിച്ചത് കൊണ്ടാണ് കാര്യങ്ങളൊക്കെ പൂർത്തിയായത്. പടച്ചവനെ, അവർക്കൊക്കെ നീ തക്ക പ്രതിഫലം നൽകണേ. ജീവിതത്തിൽ ശാന്തിയും സമാധാനവും പ്രതിസന്ധികളിൽ നിന്നുള്ള മോചനവും നൽകണേ തമ്പുരാനെന്ന് നിർത്തുന്നു. വളരെ ആദരവോടെ തങ്ങളവർകളെ പഠനാരംഭം കുറിക്കുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നു. അതിനുശേഷം തങ്ങളവർകൾ ഈ നമ്മളോട് സുദീർഘമായി തന്നെ സംസാരിക്കുകയും ചെയ്യുന്നതാണ്. ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈ ചടങ്ങിൻ്റെ അധ്യക്ഷൻ ബഹുമാനപ്പെട്ട ബാപ്പുഹാജി അവർകളാണ്. തങ്ങളുടെ പഠനാരംഭത്തിന് ശേഷം ബഹുമാനപ്പെട്ട ആജിയാർ 2 വാക്ക് സംസാരിക്കും. ഞങ്ങളൊക്കെ ആജിയാർ 2 വാക്ക് പറയുന്നത് കേൾക്കാൻ വല്ലാതെ ആഗ്രഹിക്കുകയാണ്. അതിനുശേഷം ബഹുമാനപ്പെട്ട നമ്മുടെ ശൈഖുന ആലിക്കുട്ടി ഉസ്താദ് അവരുടെ ഉദ്ഘാടനം ഉണ്ടാകും. പിന്നെ ആശംസകളും ഉണ്ടാകും. അസ്സലാമു അലൈക്കും. ബഹുമാനപ്പെട്ട തങ്ങളവറുകളെ പഠനാരംഭത്തിന് വേണ്ടി ക്ഷണിക്കുന്നു.
പഠനാരംഭമാണ് തുടങ്ങുന്നത്. വിദ്യാർത്ഥികളൊക്കെ ഒന്ന് ഇപ്പം ഇരിക്കാനുള്ള അസൗകര്യമുണ്ട്. വിദ്യാർത്ഥികൾക്ക് ഒന്ന് മുന്നിൽ വെക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുത്താൽ നല്ലതാണ്. അല്ലെങ്കിൽ നമ്മൾ വിദ്യാർത്ഥികളുടെ ആ റോയുടെ മുന്നിൽ നിന്ന് ഒന്നും ഇങ്ങോട്ട് മാറിക്കൊടുത്താൽ നല്ലതാണ്. മഴ പോയിക്കണേ. അപ്പോൾ പിന്നെ മുന്നിൽ നിന്ന് സഹോദരങ്ങളൊന്ന് മാറിക്കൊടുത്താൽ ഉസ്താദും ശിഷ്യന്മാരും തമ്മിലുള്ള ആ ഒരു റാപ്പോ അതിന് വേണ്ടിയിട്ട്. ഒന്നുകൂടി മാറിക്കൊടുത്താൽ നല്ല കേട്ടാ. കുട്ടികൾ ഏറ്റു ചെല്ലാതെ ദർസ് തുടങ്ങുകയാണ്. അസ്സലാമു അലൈക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. റബ്ബി യസ്സിർ വലാ തുഅസ്സിർ. റബ്ബി സിദ്നാ ഇൽമൻ വഹിൽമൻ വഅഖലൻ വഫഹ്മൻ കാമില. റബ്ബി തമ്മിം ബിൽ ഖൈരി വസആദ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അർറഹ്മാനിർ റഹീം. മാലികി യൗമിദ്ദീൻ. ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇനി തങ്ങളവർകൾ സദസ്സിനെ അഭിസംബോധന ചെയ്യുകയാണ്. വളരെ ആദരവോടെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് കമാ സല്ലൈത അലാ ഇബ്രാഹിമ വഅലാ ഇബ്രാഹിമ ഫിൽ ആലമീന ഇന്നക ഹമീദും മജീദ്. സമാദരണീയരായ ജാമിയ നൂരിയയുടെ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പ്രഗത്ഭരായ സാരഥി കുമ്പാരമ്പത്തൂർ AP മുഹമ്മദ് ഉസ്താദ് അവർകളെ, ബഹുവന്യരായ നമ്മുടെ ആദർശേരി ഹംസക്കുട്ടി മുസ്ലിയാർ, ഹക്കീം ഫൈലി, ബഹുവന്യരായ ആലിക്കുട്ടി മുസ്ലിയാർ, PSS തങ്ങൾ, ഈ സംവിധാനം ഇങ്ങനെയുള്ള ഒരു വിദ്യാഭ്യാസ സമുച്ചയം നമുക്കിവിടെ കാണാൻ കളം ഒരുക്കിയ ബഹുവന്യരായ നമ്മുടെ ബാപ്പു ഹാജി അവർകളെ, MLA, അതേപോലെ തന്നെ മറ്റ് ഇവിടെയുള്ള നജാത്തിൻ്റെ ഭാരവാഹികൾ, ഈ പ്രദേശത്തുള്ള നമ്മുടെ സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ മേഖലയിലെ പ്രതിഭകളെ, സുഹൃത്തുക്കൾ, അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് നമ്മുടെ CIC അതിൻ്റെ PGയുടെ പുതിയ കെട്ടിട ഉദ്ഘാടനം നമുക്കിവിടെ കാണാൻ സാധിച്ചു. അതേപോലെ തന്നെ ഇവിടെയുള്ള നമ്മുടെ വിദ്യാർത്ഥികൾക്ക് ഇന്ന് പഠന ക്ലാസ് ആരംഭിച്ച് കൊടുക്കുകയും ചെയ്തിരിക്കുക. അല്ലാഹു ഇതിനെ സ്വാലിഹായ ഒരു സമ്മലായി സ്വീകരിക്കുമാറാകട്ടെ.
റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അൻത സമീഉൽ അലീം. അതേപോലെ തന്നെ ധാരാളം ആളുകൾ നമ്മുടെ ജില്ലയുടെ നാനാഭാഗത്തിൽ ഈ മഹത്തായ സ്ഥാപനത്തെ എല്ലാവിധത്തിലും മനസ്സാ വാച കർമ്മണ സഹായിച്ചുകൊണ്ട് ഈ പ്രദേശം തന്നെ കണ്ടിട്ടില്ലാത്ത വിദേശത്തുള്ള ജോലി ചെയ്യുന്ന കച്ചവടക്കാരായ സ്ഥാണ് പോകണ അതേപോലെ തന്നെ നമ്മുടെ പ്രിയങ്കരനായ സയ്യിദ് മുഹമ്മദ് ഇസ്ലാമി പോലെയുള്ള വിജ്ഞാനത്തിൻ്റെ പ്രതിഭകൾ, മറ്റ് സഹോദരന്മാർ, ഇവരെല്ലാം ഇതിനുവേണ്ടി അകവഴിഞ്ഞ് സഹായിച്ചുകൊണ്ടിരിക്കുന്ന ധാരാളം ആളുകൾ നമ്മുടെ സദസ്സിൽ ഇന്ന് ഈ ശതം എവിടെയാണ് എന്ന് ചോദിച്ച് അന്വേഷിച്ചുകൊണ്ട് ഇവിടെ എത്തിയിരിക്കുകയാണ്. അതേപോലെ തന്നെ നമ്മുടെ മുഹമ്മദ് ഫൈസി പോലെയുള്ള ധാരാളം ആളുകൾ, അങ്ങനെ വാക്കോട്, കുട്ടി മുസ്ലിയാർ, ഇങ്ങനെ പലരും ഇവിടെ കാണാൻ സാധിക്കുന്നു. അധികമായതും ഇവിടെ എല്ലാം പേര് എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നില്ല. അവർക്കെല്ലാം അല്ലാഹു ആയുരാരോഗ്യത്തെ പ്രദാനം ചെയ്യുമാറാകട്ടെ. ഇനിയും ഇതിനു വേണ്ടി എന്നല്ല, ഇത്തരത്തിലുള്ള നല്ല സംരംഭങ്ങൾക്ക് വേണ്ടി, ദീനിന് വേണ്ടി എതുവ ചെയ്യുവാനും സഹായിക്കുവാനുമുള്ള എല്ലാ കഴിവിനെയും അല്ലാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. അവരുടെ കച്ചവടം, അവരുടെ ജോലി, അവരുടെ മറ്റു കാര്യങ്ങളെ അല്ലാഹു ഖൈറും ബർക്കത്തും ഏറ്റിത്തരുമാറാകട്ടെ. ഇങ്ങനെയുള്ള പ്രാർത്ഥനകൾക്ക് വേണ്ടിയാണ്, അള്ളാഹുവിൻ്റെ പൊരുത്തത്തിന് മാത്രം ലാക്കാക്കിക്കൊണ്ടാണ് ഇവരെല്ലാം ഇതിനു വേണ്ടി സഹകരിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് നമുക്കറിയാൻ സാധിക്കുന്നു. അതേപോലെ തന്നെ പലയിടത്തുമുള്ള വാപ്പി സ്ഥാപനങ്ങൾ, ഭാരവാഹികളും ഇവിടെ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നു. അവരെയും ഞാൻ അഭിവാദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇൽമിനെപ്പറ്റി, അറിവിനെപ്പറ്റി. അതേപോലെ തന്നെ നമ്മുടെ കരുവാരക്കുണ്ട് നജാത്ത് സ്ഥാപനം, മഹാനായ മർഹൂം KT ഉസ്താദ് നവ്വറല്ലാഹു മർക്കദ, അദ്ദേഹത്തിൻ്റെ ഒരു വലിയ ചങ്ങാതിയാണ് നമ്മുടെ ബാപ്പു മുസ്ലിയാർ. അപ്പോൾ ഈ രണ്ട് സ്ഥാപനങ്ങളും, അതേപോലെ തന്നെ ഇന്ന് ഇതിവിടെ വെളിച്ചം കാണുന്നത് നമുക്ക് അദ്ദേഹത്തിൻ്റെ എല്ലാം പ്രാർത്ഥനയുടെ ഫലമായിക്കൊണ്ടായിരിക്കാം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അല്ലാഹു അവർക്ക് മർഹമത്തും മാഫറത്തും നൽകുമാറാകട്ടെ. ഇങ്ങനെ ഈ പ്രദേശങ്ങൾക്ക് വലിയ മഹത്വമുണ്ട്, പ്രാധാന്യമുണ്ട് എന്നെല്ലാം ഇതിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. പല ഭാഗത്തു നിന്നും വളഞ്ഞ് തിരിഞ്ഞ്, അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഈ പ്രകൃതി രമണീയമായ സ്ഥാനത്ത് തെങ്ങും കമുങ്ങും അതേപോലെ തന്നെ റബ്ബറും മറ്റ് കൃഷികളുമെല്ലാം വിളയുന്ന ഈ മണ്ണ് ഒരു വലിയ വെളിച്ചത്തിൻ്റെ, അള്ളാഹുവിൻ്റെ നൂറാകുന്ന പ്രകാശത്തിൻ്റെ, വിദ്യയുടെ എല്ലാം തന്നെ ഒരു മഹൽ വെളിച്ചമായി അല്ലെങ്കിൽ സമുച്ചയമായി ഇന്ന് മാറിക്കഴിഞ്ഞിരിക്കുക. നമുക്ക് വഴി കാട്ടിത്തരുവാൻ ഉള്ള ഒരു ടോർച്ച്, വഴി തെറ്റിയാൽ ആ തെറ്റിൽ നിന്ന് നമ്മെ തിരുത്തുന്ന ഒരു ടോർച്ച്, ഒരു വിളക്ക്. ഇതാണ് ഈ സ്ഥാപനമെന്ന് നമുക്കറിയാൻ സാധിക്കുന്നു. ഇതിന് വളരെയധികം നമുക്ക് പണിപ്പെടേണ്ടതുണ്ട്, പ്രവർത്തിക്കേണ്ടത്, അധ്വാനിച്ചാൽ മാത്രമേ അതിന് ഫലം കണ്ടെത്തുകയുള്ളൂ എന്ന് മഹാന്മാരായ ആളുകൾ പഠിപ്പിച്ചു കഴിഞ്ഞിരിക്കുക. പഠിക്കുന്നവർക്ക് അത് വേണം, അധ്വാനിക്കണം. അതേപോലെ തന്നെ അവരുടെ നിയ്യത്ത്, ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത്, ആ നിയ്യത്ത് തീർച്ചയായിട്ടും നല്ല രീതിയിലൂടെ ആയാൽ തീർച്ചയായിട്ടും ഇതിന് പണം കൊടുക്കുന്നവർക്ക് നിയ്യത്തുണ്ടാകണം, പഠിക്കുന്നവർക്കും നിയ്യത്തുണ്ടാകണം, വരുന്നവർക്കും പ്രവർത്തിക്കുന്നവർ എല്ലാവർക്കും ആ നിയ്യത്ത് പോലെ ആയിരിക്കും അതിൻ്റെ ഫലം എന്ന് നമ്മെ മഹാന്മാരായ ആളുകൾ പഠിപ്പിച്ചു കഴിഞ്ഞിരിക്കുക. നമ്മുടെ ഈ കേരളം വളരെയധികം അനുഗ്രഹീതമാണ്. ഇന്നിവിടെ ജാമിയ, അതേപോലെ തന്നെ ദാറുൽ വാഫി, ഇതെല്ലാം തന്നെ വിദ്യാഭ്യാസത്തിൻ്റെ ഒരു വലിയ നിറകുടമായി
നിറഞ്ഞു നിൽക്കുന്ന കേന്ദ്രങ്ങളായി ആസ്ഥാനങ്ങളായി മാറിക്കഴിഞ്ഞിരിക്കുക. ദർസുകളാണ് ഒരു കാലഘട്ടത്തിൽ വലിയ വലിയ യൂണിവേഴ്സിറ്റികളായി മാറിയത്. നമ്മുടെ അൽ അസ്ഹർ യൂണിവേഴ്സിറ്റിയിൽ, അതേപോലെ തന്നെ കോൽത്താവ പോലെയുള്ള ആ വലിയ വലിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെല്ലാം തന്നെ ഇവിടെ വളർന്നു വന്നത് എന്തുകൊണ്ടാണ്? എത്രത്തോളം ആളുകൾ അവിടെ പഠിച്ച് മറ്റുള്ളവർക്ക് അത് അറിയിച്ചു കൊടുത്തു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അങ്ങനെ പഠിക്കുവാനും പകർത്തുവാനും ഒട്ടേറെയുള്ള ഒരു സ്ഥാപനം കൂടിയാണ് ഇതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അതേപോലെ തന്നെ ബാപ്പു ഹാജിക്ക് അള്ളാഹു അതിൻ്റെ അർഹമായ പ്രതിഫലം അള്ളാഹു നൽകുമാറാകട്ടെ. അദ്ദേഹം ഇത്രയും വലിയ ഒരു നല്ല ഉദ്ദേശത്തോടു കൂടിയുള്ള സംഭാവന ചെയ്തതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. തീർച്ചയായിട്ടും അള്ളാഹു അതിൻ്റെ ഫലം അവർക്ക് നൽകും എന്ന കാര്യം തീർച്ചയാണ്. അതേപോലെ തന്നെ ഈ നാട്ടിനും അള്ളാഹു ഇതിലൂടെ ഒരു ഖൈറും ബർക്കത്തും ഉണ്ടാക്കി കൊടുക്കുമാറാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ എല്ലാവരും ഇതിനെ സഹകരിക്കേണ്ടതുണ്ട്. ഈ നാട്ടുകാർ പ്രത്യേകിച്ചും ഇതിനെ സഹായിച്ചുകൊണ്ട് ഇതിൻ്റെ സഹകാരികളായി വർത്തിക്കണമെന്ന് നിങ്ങളുടെ സ്ഥാപനമാണ്, അല്ല മറ്റാരുടെയും സ്ഥാപനമല്ല എന്ന് മനസ്സിലായിക്കൊണ്ട് ഈ നാട്ടുകാർക്ക് പ്രത്യേകം ഇതിൽ സഹായിക്കുവാനും സഹകരിക്കുവാനും അധികാരം തന്നെ ഉണ്ട് എന്ന് ഈ സന്ദർഭത്തിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. അതെല്ലാം മനസ്സിലായിക്കൊണ്ട് നിങ്ങളെല്ലാവരും ഒന്നിച്ച് ഒറ്റക്കെട്ടായിക്കൊണ്ട് തന്നെ പ്രവർത്തിക്കണം. അതിന് അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലയിൽ മഹയാത്തുൽ ഇസ്ലാം ഇമാദുദ്ദീൻ വഅല്ലമ ആദമൽ അസ്മാ കുല്ലഹ. ആദം നബി അലൈഹിസ്സലാമിന് അല്ലാഹു എല്ലാ വിധത്തിലുള്ള നാമങ്ങളെയും അറിവുകളെയും പഠിപ്പിച്ചു. നമ്മുടെ മഹൽ വ്യക്തിത്വം ആദരണീയരായ സൂഫി വര്യരായ നമ്മുടെ അത്തിപ്പറ്റ ഉസ്താദ് ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹു അവർക്ക് എല്ലാവിധ ആരോഗ്യത്തെയും പ്രദാനം ചെയ്യുമാറാകട്ടെ. അദ്ദേഹം ഇതുപോലെയുള്ള ഒരു വിജ്ഞാനത്തിൻ്റെ നെടും തൂണാണ് എന്ന് ഈ സന്ദർഭത്തിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. അല്ലാഹു അദ്ദേഹത്തെ സമസ്ത കേരള ജമിയത്തുൽ ഉലമ അതിൻ്റെ എല്ലാം തന്നെ മഹത്വം നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ കേരളത്തിൽ ഇത്തരത്തിലുള്ള ഒരു വൈജ്ഞാനിക കേന്ദ്രങ്ങൾ നമ്മുടെ നാട്ടിൽ ഉണ്ടായത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ആ പാരമ്പര്യം നിലനിർത്തുക അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അധികമായി ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മുടെ മഹാനായ മൺമറഞ്ഞു പോയ CH ഹൈദുറസ് മുസ്ലിയാർ, ബഷീർ മുസ്ലിയാർ പോലെയുള്ള അവരെല്ലാം തന്നെ ആഗ്രഹമാണ് ഇന്ന് സവ്യവീകൃതമായി കൊണ്ടിരിക്കുന്നത് എന്ന് നമുക്കറിയാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന വാക്യം ഉച്ചരിച്ചുകൊണ്ട് ഇന്ന ഫതഹന ലക ഫതഹൻ മുബീന എന്ന വാക്യം ഉച്ചരിച്ചുകൊണ്ട് ഇതിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചായി പ്രഖ്യാപിക്കുന്നു. പഠന ഉദ്ഘാടനവും നിർവഹിച്ചായി പ്രഖ്യാപിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അടുത്തതായി അധ്യക്ഷ പ്രസംഗമാണ്. അതിനുവേണ്ടി ആദരണീയരായ ബാപ്പു ഹാജി അവറുകളെ സാദരം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും. ഈ വാഫി കോളേജിന് മർക്കസിൽ നിന്ന് അവിടെ കുട്ടികളെ ഇരുത്താനും ബിൽഡിംഗ് ഉണ്ടാക്കാനും സ്ഥലമില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഞാനത് അത്ര കണക്കിലെടുത്തില്ല. അങ്ങനെ വന്നപ്പോൾ ഞങ്ങളൊരു സ്ഥാപനം ഉണ്ടാക്കുന്നുണ്ട്, ഇമ. അതിൻ്റെ പഠനം 3 കൊല്ലം ഞങ്ങൾ വയനാട്ടിൽ കൂടി ഇതിലൊക്കെ നടന്ന് പഠനം നടത്തിയിട്ടാണ് അത് തുടങ്ങാൻ തീരുമാനിച്ചത്. അങ്ങനെ കാളികാവ് അങ്ങാടിയിൽ തുടങ്ങണമെന്ന് കരുതിയപ്പോൾ അവിടെ കാളികാവ് മഹല്ലുകാർ അവിടെ ഓൽക്ക് സ്ഥലം കൊടുക്കില്ല. ആ വിവരം എന്നോട് വന്ന് പറഞ്ഞു. അങ്ങനെ ആണ് സ്ഥലം ഞാൻ തരാം, ആരാണ് നടത്തുക എന്ന് ചോദിച്ചു. അപ്പോൾ ഒരു 4 ആളത് ഏറ്റെടുത്തു. പോലെ 4 ആളെ പേരിൽ ഹിമ റൈസാക്കി കൊടുത്തു, ആറ്റപ്പ്. അങ്ങനെ ആറ്റപ്പിനെ കൊണ്ടുവന്ന് അത് തറക്കല്ലിടാൻ വന്നപ്പോൾ
എൻ്റെ ആഗ്രഹം ഒരു കോളേജ് കൂടി വേണമെന്ന് ഞാൻ സ്വകാര്യമായിട്ട് ആറ്റപ്പനോട്. അതങ്ങനെ പോയി 2 3 5 6 മാസം കഴിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പോണ്ട് ഒരാളിങ്ങനെ, ഞാനും ഹക്കീം പൈസയായിട്ട് യാതൊരു ബന്ധമില്ല, ഹക്കീം പൈസ ഇങ്ങനെ ഒറ്റയ്ക്ക് വരുന്നത്. അപ്പോൾ ഏതാണ് ഈ മൊലിയരുന്നല്ലി ചോദിച്ചപ്പോൾ ഞാൻ ആറ്റപ്പ് പറഞ്ഞാച്ചാണ് നിങ്ങളെ അടുത്ത് കയറുന്നത്. എന്താ സംഭവം എന്ന് ചോദിച്ചു. സംഭവം ഇതാണ്, ഞാൻ അത്തിയൽ കഴിഞ്ഞ ആറ്റപ്പൂവിൻ്റെ പാണക്കാട് പോയി ആറ്റപ്പൂവിനോട് സമ്മതം ചോദിച്ച് കൊടുക്കണം എന്ന് പറഞ്ഞു. ആറ്റപ്പ് പറഞ്ഞു. അങ്ങനെ ആലോചിച്ച് എല്ലാവരോടും എല്ലാ മൂല്യന്മാരോടും ആലോചിച്ചതിൻ്റെ ശേഷം ആറ്റപ്പ് കൊടുക്കണം എന്ന് പറഞ്ഞു. നിങ്ങൾ പറയുകയാണെങ്കിൽ കൊടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ആറ്റപ്പൂവിൻ്റെ പേരിൽ 15 ഏക്കർ അതിൽ വഖഫായിട്ട് ആറ്റപ്പൂവിൻ്റെ പേരിൽ ഹക്കീം പൈസൻ്റെ പേരിലെത്തി അവിടെ എഴുതി കൊടുത്താൽ അത് ഇനി നിങ്ങൾ നാട്ടുകാർക്ക് സമർപ്പിച്ചു. ബാക്കി കാര്യങ്ങൾ എവിടെയൊക്കെ പോരായ്മകളുണ്ടോ എന്നുള്ളത് നിങ്ങൾ നോക്കിയിട്ട് നല്ല നിലക്ക് കൊണ്ടുപോകുക. എനിക്ക് വേറൊരാഗ്രഹമില്ല, സന്തോഷത്തോടുകൂടെ എൻ്റെ സന്തോഷം കൊണ്ട് ഒന്നും പറയാൻ കിട്ടണില്ല. അത്ര മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഉദ്ഘാടന പ്രസംഗം നിർവഹിക്കുന്നതിന് വേണ്ടി ആദരണീയരായ ശൈഖുന ആരിക്കുട്ടി ഉസ്താദ് അവർകളെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹൽ യസ്തവിൽ ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ. സദഖല്ലാഹുൽ അലിയ്യുൽ അദീം. കേരള മുസ്ലിങ്ങളുടെ ആത്മീയ നേതാവ് ബഹുമാനപ്പെട്ട സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ അവർ, സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ നേതാക്കൾ, മുഷാവറ അംഗങ്ങൾ, സുന്നി സമൂഹത്തിൻ്റെ നേതാക്കൾ, പ്രത്യേകിച്ച് ബഹുമാനപ്പെട്ട അത്തിപ്പറ്റ ഉസ്താദ് അവർ, മറ്റു സഹോദരന്മാർ, ഈ ഒത്തുചേരലിൽ ഒരു സാലിഹ അമലായി അള്ളാഹു കബൂൽ ചെയ്യുമാറാണ്. വമാ തശാഊന ഇല്ലാ അൻ യശാ അല്ലാഹ്. ഒരു സംഗതി നടക്കണം എന്ന് അള്ളാഹു നിശ്ചയിച്ചു. അങ്ങനെ അള്ളാഹുവിൻ്റെ നിശ്ചയത്തെ തുടർന്നു കൊണ്ടാണ് ഈ പരിപാടി നടത്താൻ നമ്മളിൽപ്പെട്ട ചില ആളുകൾക്ക് അള്ളാഹു തോന്നിപ്പിച്ചു. ഈ പരിപാടി മാത്രമല്ല, ലോകത്തുള്ള ഏത് പരിപാടിയാണെങ്കിലും അങ്ങനെ തന്നെ. കേരളത്തിൽ നിന്ന് ഉപരിപഠനത്തിന് പോകാൻ പ്രയാസമുണ്ടായ സന്ദർഭത്തിലാണ് ബഹുമാനപ്പെട്ട മർഹൂം സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങൾ പറഞ്ഞത്, സമസ്ത തീരുമാനിച്ചാൽ മതി, സ്ഥാപനം ഉണ്ടാക്കാം. കേരളത്തിൽ ഉയർന്നു നിൽക്കുന്ന വലിയ സ്ഥാപനങ്ങളിൽ ഒന്നാണ്, അല്ലെങ്കിൽ അതിൽ ആദ്യത്തേതാണ് ജാമിയ നൂരിയ. അതിൻ്റെ ഒന്നാമത്തെ സനദ് ദാന സമ്മേളനത്തിൽ ബഹുമാനപ്പെട്ട ഷംസുൽ ഉലമ സൂചിപ്പിച്ചത്, ഈ സ്ഥാപനം അല്ലാഹു കബൂൽ ചെയ്തു എന്നതിൻ്റെ ലക്ഷണമാണ്.
കുറേ ആളുകൾ കൂടി സമ്മേളനം നടത്തിയതല്ല അദ്ദേഹം ഉദ്ദേശിച്ചത്. അതിൻ്റെ മക്കൾ 2-3 വർഷത്തിനകം കേരളത്തിലെ ഉയർന്ന പണ്ഡിതന്മാർ ദർസ് നടത്തിയ സ്ഥാനത്ത് അവരുടെ പകരക്കാരനായി വരാൻ അവർക്ക് സാധിച്ചു എന്നതാണ്. അത് കഴിഞ്ഞ് ഇന്ന് നമ്മുടെ സ്ഥാപനങ്ങളും ലോകത്തുള്ള സംഘടനകളും അതൊക്കെ ശംസുൽ ഉലമയുടെ മക്കളും പേരമക്കളുമാണ് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നത്. അതിനെ സംബന്ധിച്ചാണ് വരാൻ പോകുന്ന ഈ കാര്യത്തെ പറ്റിയാണ് ശംസുൽ ഉലമ അന്നങ്ങനെ സൂചിപ്പിച്ചത്. കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യക്ക് പുറത്ത് ഉള്ള സ്ഥലങ്ങളിലൊക്കെ ഇന്ന് ശംസുൽ ഉലമയുടെ മക്കളും പേരമക്കളും ദീനീ ഖിദ്മത്തിന് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുകയാണ്. അവസാനമായി നമ്മുടെ വാഫി കോളേജുകളുടെ വലിയ കൂട്ടങ്ങൾ, അതിനു മുമ്പ് ദാറുൽ ഹുദയും അതിൻ്റെ സഹസ്ഥാപനങ്ങളും, ജാമിഅ നൂരിയും അതിൻ്റെ സഹസ്ഥാപനങ്ങളും ഇന്ന് കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലും ഇന്ത്യക്ക് പുറത്തും വലിയ തോതിലുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാൻ വേണ്ടി മുന്നോട്ട് വന്നിരിക്കുക. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിലാണ് അവസാനമായി നമ്മുടെ ഈ സ്ഥാപനങ്ങൾ മർക്കസു തർബിയത്തുൽ ഇസ്ലാമിയുടെ നേതൃത്വത്തിലുള്ള ഈ സ്ഥാപനം ഉയർന്നു വന്നത്. ഇന്ന് അതിൻ്റെ ഉയർച്ച വേറെ ഒരു ദിശയിലേക്ക് മാറുകയാണ്. കേരളത്തിൽ മാത്രം പരിധിപ്പെടുത്താതെ ഇന്ത്യയിലും ഇന്ത്യൻ്റെ പുറത്തും അതിൻ്റെ സേവനം ജനങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുക. മഹ്ദിമാമ് വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ പ്രവർത്തിക്കാൻ എൻ്റെ മക്കളും പേരമക്കളും ഉണ്ടാകുമെന്ന് ബഹുമാനപ്പെട്ട വരക്കൽ മുല്ലക്കോയ തങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ട്. അയാൾക്ക് മക്കളുമില്ല പേരമക്കളുമില്ല. പക്ഷേ അതിനു ശേഷമുണ്ടായ സമസ്ത നിലവിൽ വന്നതിന് ശേഷമുണ്ടായ സ്ഥാപനങ്ങളും ഇവിടുത്തെ പണ്ഡിതന്മാരും 10,000-കണക്കിലുള്ള മദ്രസകളും ജൂനിയർ കോളേജുകളും ഭൗതിക സ്ഥാപനങ്ങളും മതഭൗതിക സമന്വയ സ്ഥാപനങ്ങളുമെല്ലാം ആ പ്രവർത്തനത്തിൻ്റെ ഭാഗമാണ്. ഇങ്ങനെ ഈ പ്രദേശത്ത് വെച്ച് നടക്കണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിച്ചു. ആ ഉദ്ദേശം ആദ്യം നമ്മളെ മനസ്സിലിട്ട് വന്നു. അതിൻ്റെ മുമ്പിലാണ് അള്ളാഹുവിൻ്റെ വമാ തശാഊന ഇല്ലാ അൻ യശാ അല്ലാഹ്. അള്ളാഹു ഉദ്ദേശിച്ചു ഇവിടെ കാളികാവിൽ വലിയൊരു സ്ഥാപനം ഉണ്ടാവണമെന്ന്. അങ്ങനെയുള്ള സന്ദർഭത്തിലാണ് കുറച്ച് ആളുകളുടെ മനസ്സിൽ അള്ളാഹു തോന്നിപ്പിച്ചു കൊടുത്തത്. അതനുസരിച്ച് സ്ഥാപനം വന്നു. ആ സ്ഥാപനത്തിൻ്റെ പഠനം ബഹുമാനപ്പെട്ട കേരള മുസ്ലിങ്ങളുടെ ആത്മീയ നേതാവ് സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ റബ്ബി സിദ്നി ഇൽമാ എന്ന് ചൊല്ലിക്കൊടുത്തു. റബ്ബി ശ്റഹ് വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി. അവസാനം റബ്ബി സിദ്നി ഇൽമാ. എല്ലാ ഉസ്താദന്മാരും ദർസ് തുടങ്ങുമ്പോൾ ചൊല്ലിക്കൊടുക്കണം റബ്ബി സിദ്നി ഇൽമാ. പ്രവാചകനോട് അല്ലാഹു കൽപ്പിച്ചതും അതാണ്. വഖുർ റബ്ബി സിദ്നി ഇൽമാ. ഇൽമ വർദ്ധിപ്പിച്ചു തരാനായി ദുആ ചെയ്യണം, വർദ്ധിച്ചു തരണം എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കണം. ആ വർധനവ് ഇപ്പോഴത്തെ നമ്മുടെ പ്രാർത്ഥനയും ഇനി വരാൻ പോകുന്ന തലമുറകളിലുള്ള മക്കൾക്കും ഒക്കെ അതിൻ്റെ വർധനവ് എന്ന് പറഞ്ഞാൽ ആ വളർച്ച ഉണ്ടായിത്തീരും. ഷാഫി ഇമാമിൻ്റെ കാലത്തുള്ളതുപോലെ റഹ്മത്തുള്ളാഹി അലൈഹി മറ്റ് ഇമാമിങ്ങളെ കാലത്തുണ്ടായ പോലെ അല്ല.
അതേ വിഷയത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ നമ്മുടെ നാട്ടിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന വിഷയത്തെ സംബന്ധിച്ച് ചർച്ച ചെയ്യാനും അതിന് ശരിയായ പരിഹാരങ്ങൾ കണ്ടെത്താനും നമ്മുടെ മക്കൾക്ക് കഴിയും. അതിന് കഴിയുമാറാവണം. അതിനാണ് നമ്മുടെ പ്രവർത്തനം. അതിന് തരപ്പെട്ട ആളുകളെ കണ്ടെത്തുകയും ഏറ്റവും പ്രയാസമുള്ള വലിയ സംഭവം അതാണ്. വൈജ്ഞാനികമായി കരുത്തുറ്റ ആളുകൾ ലോകത്ത് കുറഞ്ഞു വരികയാണ്. ആലിമീങ്ങൾ കുറേയുണ്ട്, മുതാലിമീങ്ങൾ കുറേയുണ്ട്. അവരൊക്കെ ചെയ്യേണ്ടത് പണ്ഡിതന്മാർ ചെയ്ത ബാധ്യതയാണ്. അൽ ഉലമാഉ വറസത്തുൽ അംബിയ, അമ്പിയാക്കന്മാരുടെ അനന്തരാവകാശികൾ. ആ കാര്യം ചെയ്യുന്നു. പക്ഷേ കനം കുറഞ്ഞു വരികയാണ്. പക്ഷെ ഒരു ഭാഗത്ത് കൂടി കനം കുറയുമ്പോഴും വേറൊരു ഭാഗത്ത് കൂടി അതിനെ കനപ്പെടുത്താനും ശക്തിപ്പെടുത്താനുമായുള്ള പ്രവർത്തനവുമായാണ് നമ്മളിപ്പം മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. അള്ളാഹു തൗഫീക്ക് നൽകുമാട്ടെ. കൂറി ഞാൻ സംസാരിക്കുന്നില്ല, ഒരുപാട് ആളുകൾ സംസാരിക്കാനുണ്ട്. ഇത് വൈജ്ഞാനിക രംഗത്ത് ഏറ്റവും വലിയ ഒരു കാൽവപ്പായി നമുക്ക് മനസ്സിലാക്കാം. അള്ളാഹു തൗഫീക്ക് നൽകുമാറാവട്ടെ. ഇതിന് സഹായിച്ചവർക്ക് അള്ളാഹു തക്ക പ്രതിഫലം നൽകുമാറാവട്ടെ. ഇനിയും ഈ സ്ഥാപനങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാൻ അള്ളാഹു തൗഫീക്ക് നൽകുമാറാവട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചൊല്ലി ഈ പരിപാടിയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച് അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇനി സമയത്തിനനുസരിച്ച് വളരെ പ്രധാനപ്പെട്ട ഏതാനും ആശംസകളാണ് ആദ്യമായി സമസ്ത കേരള ജമിയത്തുൽ ഉലമ മലപ്പുറം ജില്ലാ കമ്മിറ്റി സെക്രട്ടറി ബഹുമാനപ്പെട്ട ശൈഖുന കുഞ്ഞാണി ഉസ്താദ് അവറുകളെ വളരെ ബഹുമാനത്തോടു കൂടി ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട ശൈഖുന അത്തിപ്പറ്റ ഉസ്താദ് അവറുകളുടെ ദുആ ഈ പരിപാടികളുടെ അവസാനമുണ്ടായിരിക്കും. എല്ലാവരും പ്രതീക്ഷിക്കണമെന്ന് പ്രതീക്ഷിക്കുന്നു. അതുപോലെ ഇതിൻ്റെ ഫൈനാൻസ് സമിതി ചെയർമാനായിട്ടുള്ള സയ്യിദ് സാബിഖ് അലി ശിഹാബ് തങ്ങൾ അവറുകൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ടവർ ഇവിടെ പറയപ്പെട്ട ഉപഹാരങ്ങൾ വിതരണം നടത്തും. ഇതിൻ്റെ MPTA പ്രസിഡന്റ് ബഹുമാനപ്പെട്ട PSH തങ്ങൾ അവറുകൾ, MPTA സെക്രട്ടറി, സ്റ്റേറ്റ് തല സെക്രട്ടറി ബഹുമാനപ്പെട്ട അമ്പലക്കടം ഹമീദ് ഫൈസി തുടങ്ങിയിട്ടുള്ള പ്രമുഖരുണ്ട്. ആശംസകളുണ്ടാവും. വളരെ വിനീതമായി ഉസ്താദ് അവറുകളെ ക്ഷണിക്കുന്നു.
സഹോദരങ്ങളെ ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട സാദാത്തുക്കളെ, പണ്ഡിതന്മാരെ, നേതാക്കളെ, സ്നേഹം നിറഞ്ഞ വിദ്യാർത്ഥികളെ, സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്ഹബിൽ ഫായിസീന ബിറളില്ലാഹി അമ്മാ ബഅദ്. ബഹുമാനപ്പെട്ട സഹോദരന്മാരെ, വലിയൊരു സന്തോഷം പങ്കിടാനാണ് നാം ഇവിടേക്ക് എത്തിച്ചേർന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്നും ഇതിനെ സ്വീകരിക്കുമാറാവട്ടെ. ഇത്തരം വിഷയങ്ങളിലൊക്കെ നമുക്ക് വെളിച്ചം കാണിക്കുകയും മുന്നിൽ നടന്നുകയും ചെയ്തിരുന്ന നിരവധി ആളുകൾ ഇന്ന് നമ്മോടൊപ്പമില്ല. കെട്ടി ഉസ്താദ് അടക്കമുള്ള പലരും ഇന്ന് നമ്മോടൊപ്പമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കൊക്കെ മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാവട്ടെ. അവരുടെ ദർജകളെ അല്ലാഹു ഉയർത്തിക്കൊടുക്കുമാറാവട്ടെ. ഈ പ്രദേശത്ത് മഹത്തായ ഒരു വിജ്ഞാനത്തിൻ്റെ വെളിച്ചം ബഹുമാനപ്പെട്ട തങ്ങളവറുകൾ കൊളുത്തി വച്ചിരിക്കുകയാണ്. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നും നിലനിർത്തി തരുമാറാവട്ടെ. വിജ്ഞാനം ഇന്ന് ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും വ്യാപകമായി വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, നമുക്കിവിടെ ആവശ്യം കേവലം വിജ്ഞാനമല്ല. ബഹുമാനപ്പെട്ട തങ്ങൾ സൂചിപ്പിച്ചതുപോലെ ഇവിടെ നമുക്ക് വലിയ ആവശ്യം തിരിച്ചറിവാണ്. അറിവല്ല ആവശ്യം, തിരിച്ചറിവാണ്. ആ തിരിച്ചറിവ് കൊണ്ട് നന്മയും തിന്മയും, നല്ലതും ചീത്തതും മനസ്സിലാക്കാനുള്ള കഴിവ്, മനുഷ്യന് മനുഷ്യനാവാനുള്ള കഴിവ്, അള്ളാഹുവിൻ്റെ സൃഷ്ടികളെക്കുറിച്ച് മനസ്സിലാക്കാനും അള്ളാഹുവിൻ്റെ മഹത്തായ കഴിവിനെക്കുറിച്ച് മനസ്സിലാക്കാനും അള്ളാഹുവിൻ്റെ ശാശ്വതമായ അള്ളാഹുവിൻ്റെ നിഷ്കളങ്കമായ കോടതിയെക്കുറിച്ച് മനസ്സിലാക്കാനും ആ കോടതിയിൽ എന്നെ വിചാരണ ചെയ്യപ്പെടുമെന്നുള്ള തിരിച്ചറിവാണ് നമുക്ക് ആവശ്യം. അതാണിന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ധാരാളം കോളേജുകൾ, ധാരാളം സ്ഥാപനങ്ങളൊക്കെ നമുക്കുണ്ട്. ബിരുദധാരികളുണ്ട്, ബിരുദധാരികളുണ്ട്. പക്ഷേ ഇന്ന് പലപ്പോഴും പത്രങ്ങളൊക്കെ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ഈ ബിരുദധാരികളെ അല്ലെങ്കിൽ ബിരുദാനന്ദ ബിരുദം നേടിയതായിരിക്കുന്ന ആളുകളൊക്കെ എന്തെങ്കിലുമൊക്കെ അനാവശ്യങ്ങൾക്ക് വേണ്ടി പിടിക്കപ്പെടുന്ന ഒരവസ്ഥയാണ്. ഇത് തിരിച്ചറിവ് നഷ്ടപ്പെട്ടു എന്നതിൻ്റെ വ്യക്തമായ തെളിവാണ്. അപ്പം നമുക്കിവിടെ ആവശ്യം നമുക്ക് തിരിച്ചറിവാണ്. ആ തിരിച്ചറിവാണ് ഈ സ്ഥാപനം കൊണ്ട് നാം ഉദ്ദേശിക്കപ്പെടുന്നത്. ആ ലക്ഷ്യം സാക്ഷാത്കരിക്കാൻ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീക്ക് നൽകുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവിധ ആശംസകളും നേരുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അടുത്തതായി ഹമീദ് ഫൈസി അമ്പലക്കടവ് ഓർഗനൈസേഷൻ. അതിമഹത്തായ നമ്മുടെ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് നമ്മുടെ വിശിഷ്ടാതിഥികൾക്ക് വേണ്ടി വഴിമാറി കൊടുക്കുന്നു. അസ്സലാമു അലൈക്കും. ബഹുമാനപ്പെട്ട MPTA പ്രസിഡന്റ് PSH തങ്ങൾ അവർകളെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ സയ്യിദനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. വേദിയിലുള്ള ഉസ്താദുമാർ, സാദാത്തുക്കൾ,
സദസ്സിലുള്ള നല്ലവരായ നാട്ടുകാർ, വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വൈകിയ വേളയിൽ കൂടുതലൊന്നും തന്നെ പറയുന്നില്ല. MPDയുടെ ജനറൽ സെക്രട്ടറി പറഞ്ഞതുപോലെ ഈ മഹത്തായ സംരംഭത്തിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും പെട്ടെന്ന് ഇതിൻ്റെ പണി കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് ഒരു വലിയൊരു ഉദ്ഘാടന ചടങ്ങ് നടത്തുവാൻ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പഞ്ചായത്ത് പ്രസിഡന്റ് നാസർ സാഹിബ് അവരെ സാദരം ക്ഷണിക്കുന്നു. ഈ മഹത്തായ പരിപാടിയുടെ അധ്യക്ഷൻ, വേദിയിലെ പണ്ഡിത സദസ്സെ, ഉസ്താദുമാരെ, വിദ്യാർത്ഥികളെ, അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മളൊക്കെ നല്ലൊരു ആവേശത്തിലും ഒരു ഉത്സവത്തിലുമാണ്. കാളികാവിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്കൊക്കെ കുറച്ച് അഹങ്കാരം കൂടിയുണ്ട്. കാരണം ഇങ്ങനൊരു സ്ഥാപനം അടക്കാക്കുണ്ട് ഒരു പ്രദേശത്ത് കിട്ടുക എന്ന് പറഞ്ഞാൽ ഞങ്ങളെ ഭാഗ്യമാണ്. 4 മലകളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു അടക്കാക്കുണ്ട് പ്രദേശം ഇന്ന് കേരളത്തിൻ്റെ ഭൂപടത്തിൽ കുറിച്ചിരിക്കുകയാണ്. അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളെ വാപ്പുഹാജിയുടെ ഒരു മനസ്സാണ്. അവിടെ ഒരു ഹയർ സെക്കൻഡറി സ്കൂളും അതിനപ്പുറത്ത് അശരണർക്കായിട്ടൊരു ഹിമായും ഇവിടെ ഒരു PG ക്യാമ്പസും, ഇതൊക്കെ കൂടെ അടക്കാക്കുണ്ട് ഈ മേഖല കാളികാവ് ഗ്രാമപഞ്ചായത്തിൻ്റെ ഒരു പ്രസിഡന്റ് എന്ന നിലക്ക് ഏറ്റവും കൂടുതൽ അഭിമാനിക്കാവുന്ന ഒരു മുഹൂർത്തമാണ്. ഒരുപാട് പണ്ഡിതരിവിടെ സംസാരിക്കാനുള്ളത് കൊണ്ട് ഞാൻ കൂടുതലായിട്ടൊന്നും സംസാരിക്കുന്നില്ല. കാളികാവ് ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് എന്ന നിലക്ക് ഈ സ്ഥാപനത്തിന് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും. നമ്മുടെ ഈ വേദിയിൽ ഉപഹാര സമർപ്പണവും അതോടൊപ്പം തന്നെ ഈ ക്യാമ്പസിലേക്ക് നൽകുന്ന കിതാബുകളുടെ ലിസ്റ്റ് കൈമാറലുമാണ്. ആദ്യമായിട്ട് സൗദി അറേബ്യയിലെ ഇസ്ലാമിക് റിലീഫ് ഓർഗനൈസേഷൻ്റെ മുൻ ഇൻവെസ്റ്റിഗേറ്ററായ സിറ്റി മുഹമ്മദ് അൽ മൗലവി താമരശ്ശേരിയുടെ വകയായി വാഫി ക്യാമ്പസിലേക്ക് വഖഫായി നൽകിയ 100 കിതാബുകളുടെ ലിസ്റ്റ് അഭിവന്ദനായ സെയ്ദ് പാണക്കാട് സാബിഖ് അലി ശിഹാബ് തങ്ങൾക്ക് ബഹുമാനപ്പെട്ട മുഹമ്മദ് മൗലവി കൈമാറുന്നു. ഇരുവരെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ മഹത്തായ വേദിയിൽ ഇനി ഉപഹാര സമർപ്പണമാണ്. നമ്മുടെ ഈ കൺമുൻപിലുള്ള ഈ മഹത്തായ കെട്ടിടത്തിൻ്റെ കോൺട്രാക്ടർ ഹുസൈൻ ഹാജിക്ക് ബഹുമാന്യനായ സാബിഖ് അലി ശിഹാബ് തങ്ങൾ ഉപഹാര സമർപ്പണം നടത്തുന്നു. ഇരുവരെയും സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഇതിൻ്റെ എഞ്ചിനീയർ ഹനീഫ അവരുകളെയും സ്വാഗതം ചെയ്യുന്നു. ഇലക്ട്രിക് വർക്ക് ഏറ്റെടുത്ത ഫോക്കസ് ഇലക്ട്രിക് ഏജൻസിയുടെ കാര്യദർശി മുനീർ, എഞ്ചിനീയർ ഹനീഫ എഞ്ചിനീയർ, ഇലക്ട്രിക് വർക്കുകൾ ചെയ്ത ഫോക്കസ് ഇലക്ട്രിക് ഏജൻസിയുടെ മുനീർ സാഹിബിനെ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഇതിൻ്റെ പ്ലംബിംഗ് വർക്കുകൾ ഏറ്റെടുത്ത SK പ്ലംബിങ്ങിൻ്റെ നമ്മുടെ പ്രിയങ്കരനായ ശശി അവരുകളെയും സ്വാഗതം ചെയ്യുന്നു.
ഇലക്ട്രിക് വർക്കുകൾ ഏറ്റെടുത്ത മുനീർ സാഹിബ് ഇവിടെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് വേദിയിലേക്ക് വരണം. അടുത്തതായി ഈ വേദിക്ക് ആശംസ അർപ്പിക്കേണ്ടത് മർക്കസ് തർബിയത്തുൽ ഇസ്ലാമിയ ജനറൽ സെക്രട്ടറി ആദരണീയരായ ആദർശേരി ഹംസക്കുട്ടി മുസ്ലിയാർ ഉസ്താദ് അവർകളാണ്. പള്ളിയിൽ പോയി നിർത്തിയെന്നറിയില്ല. എല്ലാവർക്കും അറിയുന്നത് പോലെ വാഫി സംവിധാനം ഉടലെടുത്തിട്ടുള്ളത് വളാഞ്ചേരി മർക്കസിൽ നിന്നാണ്. ഷെയ്ഖുന കെ അബൂബക്കർ ഹദ്റത്ത് നവ്വറല്ലാഹു മർഖദഹു വഖദ്ദസ റൂഹഹു ബഹുമാനപ്പെട്ടവരുടെ സ്ഥാപനത്തിൽ അദ്ദേഹത്തിൻ്റെ പേരിലുള്ള ആ സ്ഥാപനത്തിൽ രൂപം കൊണ്ട പാഠ്യപദ്ധതിയാണ് വാഫിയായി പരിണമിക്കുന്നത്. വാഫി സംവിധാനത്തിൻ്റെ ആസ്ഥാനമായി ഇപ്പോഴും പ്രവർത്തിക്കുന്നത് വളാഞ്ചേരി മർക്കസാണ്. ആ മർക്കസിൻ്റെ ജനറൽ സെക്രട്ടറിയും ഈ സംവിധാനത്തിൻ്റെ ജനറൽ ബോഡി തെരഞ്ഞെടുത്ത അഡ്വൈസറുമാണ് ബഹുമാനപ്പെട്ട ഉസ്താദ് അവർകൾ. അദ്ദേഹമായിരുന്നു ആശംസകൾ അർപ്പിക്കേണ്ടിയിരുന്നത്. സ്ഥലത്തില്ലാത്തത് കൊണ്ട് സമസ്ത മുഷാവറ മെമ്പർ ബഹുമാനപ്പെട്ട കുട്ടി ഉസ്താദ് അവർകളെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസ്ഹബിൽ ഫായിസീന ഫിദ്ദാറീൻ. സമയം വളരെ പരിമിതമാണ്. അൽ വഖ്തു ഖസീറുൻ ജിദ്ദൻ. അതുകൊണ്ട് ബഹുമാനപ്പെട്ട സാദാത്തുക്കളെ, ഉലമാക്കളെ, സഹോദരന്മാരെ, പ്രവർത്തകന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മഹത്തായ സ്ഥാപനം ഇവിടെ ഉണ്ടാക്കാനുള്ള വലിയ വിപുലമായ 15 ഏക്കർ സ്ഥലം സംഭാവന ചെയ്ത ഉദാരശീലനായ ബഹുമാനപ്പെട്ട AP ബാപ്പു ഹാജിയെ ഞാൻ സ്വാഗതം ചെയ്യുകയും അദ്ദേഹത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അതുപോലെ ഈ മഹത്തായ സംരംഭത്തിലേക്ക് സാമ്പത്തികമായും ശാരീരികമായും എല്ലാവിധ സഹായവും സഹകരണവും നൽകിയ മുഴുവൻ സഹോദരി സഹോദരന്മാർക്കും അർഹമായ പ്രതിഫലം അല്ലാഹു നൽകട്ടെ എന്ന് അനുഗ്രഹിക്കുന്നു. ഈ മഹത്തായ സംരംഭത്തിന് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമമിടുന്നു. അസ്സലാമു അലൈക്കും. ഈ സംരംഭത്തിൻ്റെ വിജയത്തിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച പ്രധാന ഭാഗം ഈ സ്ഥാപനത്തിന് വേണ്ടി ഖത്തറിൽ രൂപം കൊണ്ട ഖത്തർ കമ്മിറ്റിയാണ്. ഖത്തർ കമ്മിറ്റിയുടെ പ്രസിഡന്റ് അബൂബക്കർ കാസിമി അവർകളും അതിൻ്റെ ഊർജ്ജസ്വലനായ പ്രവർത്തകൻ ഖാലിദ് തിരുനാവായ അവർകളും ഇവിടെയുണ്ട്. ആ കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങൾ സജീവമാക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ചയാളാണ് ബഹുമാനപ്പെട്ട PSH തങ്ങൾ അവർകൾ. അദ്ദേഹം നിങ്ങൾക്ക് ആശംസകൾ നേരുകയുണ്ടായി. ഖത്തർ കമ്മിറ്റിയുടെ പേരിൽ ആശംസകൾ അർപ്പിക്കുന്നതിന് വേണ്ടി ജനറൽ സെക്രട്ടറി ഖാലിദ് അവർകൾ ഉൾപ്പെടെയുള്ള കമ്മിറ്റിയുടെ പ്രതിനിധികൾ ഇവിടെ ഉണ്ട്. ബഹുമാനപ്പെട്ട കാസിമി അവർകളെ പ്രസിഡന്റ് എന്ന നിലയ്ക്ക് ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാന്യനായ മുസ്ലിം കേരളത്തിൻ്റെ ആത്മീയ ആചാര്യൻ സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ, വേദിയിലുള്ള ബഹുമാന്യരായ സദാത്യങ്ങൾ, പണ്ഡിതന്മാർ, എല്ലാവിധ ആശംസകളും ഖത്തർ കമ്മിറ്റിയുടെ പേരിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരുടെയും കൂടെ പ്രതിനിധി എന്നുള്ള നിലക്ക് ഞാൻ അർപ്പിച്ചുകൊണ്ട് ഇവിടെ ആശംസ അർപ്പിച്ച പ്രിയങ്കരനായ സഹോദരൻ, ഈ പഞ്ചായത്തിൻ്റെ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ഇവിടെ സൂചിപ്പിച്ച ഒരു വിഷയത്തിൽ ഒരു കാര്യവും കൂടെ ഞാൻ ഉണർത്തിയും കൊണ്ട് പിന്മാറുകയാണ്. ഇത് കേരളത്തിൻ്റെ ചരിത്രത്തിലെ തങ്കലിപികളിൽ ചേർക്കപ്പെട്ട ഒരു മഹത്തായ സ്ഥാപനം മാത്രമല്ല, ഇത് ഇന്ത്യയുടെ ലോകത്തിൻ്റെ വിജ്ഞാനത്തിൻ്റെ ഒരു ഹബ്ബായും കൊണ്ട് തന്നെ ഈ അടക്കാക്കുണ്ട് എന്ന പ്രദേശവും
ഇതിനോട് അനുബന്ധമായ സ്ഥലങ്ങളും രേഖപ്പെടുത്തപ്പെടുമെന്നുള്ള ആത്മവിശ്വാസത്തോടുകൂടെ അള്ളാഹു അതിനെ അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടെ ഞാൻ നിർത്തുന്നു. എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. ഇനി നമ്മൾ ദുആയിലേക്ക് കടക്കുകയാണ്. ഇവിടെ ഇനി നമ്മൾ ദുആയിലേക്ക് കടക്കുകയാണ്. ഈ സംരംഭം വിജയിപ്പിക്കുന്നതിൽ പങ്കെടുത്ത ഗൾഫ് കമ്മിറ്റികളുടെ പ്രതിനിധികൾ ഇവിടെയുണ്ട്, പലരുമുണ്ട്. സൗദി അറേബ്യയുടെ വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ളവർ, ഖത്തറിൽ നിന്നുള്ളവർ, UAE നിന്നുള്ളവർ, UAE കമ്മിറ്റിയുടെ പ്രതിനിധികൾ, അതുപോലെ കണ്ണൂർ ജില്ലയിൽ നിന്ന്, കോഴിക്കോട് ജില്ല കുറ്റ്യാടി വാണിമേൽ ഭാഗത്തു നിന്നുള്ള ആളുകൾ, അവരൊക്കെ വളരെ വലിയ അളവിൽ ഈ സംരംഭത്തെ സഹായിച്ചിട്ടുണ്ട്. അവരുടെയൊക്കെ പ്രതിനിധികളെ ഈ ചെറിയ സമയത്ത് ആശംസകൾ അർപ്പിക്കുന്നതിന് വേണ്ടി ക്ഷണിക്കാൻ പരിമിതികളുണ്ട്. അവരൊക്കെ വളരെ പ്രയാസപ്പെട്ടാണ് കാസർഗോഡിൽ നിന്നും അതുപോലെ കണ്ണൂരിൽ നിന്നൊക്കെ ധാരാളം പേർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അവരൊക്കെ ഞങ്ങൾ നന്ദിപൂർവ്വം ഓർക്കുകയാണ്. അവർക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്തിട്ടുണ്ട്, എപ്പോഴും ഓർക്കാറുമുണ്ട്. അള്ളാഹു നിങ്ങൾക്കൊക്കെ തക്ക പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ ഓർക്കപ്പെടലുകളും പറയപ്പെടുകൾക്കൊക്കെ അപ്പുറത്ത് അള്ളാഹുവിങ്കൽ ഓർക്കപ്പെടുമാറാകട്ടെ. അള്ളാഹു നമുക്ക് അനുഗ്രഹങ്ങൾ ചൊരിയുമാറാകട്ടെ. ബഹുമാനപ്പെട്ട സമസ്ത മുശാവറ മെമ്പർ വാക്കോട് മൊയ്തീൻകുട്ടി ഫൈസി അവർ, പുത്തനൈ മൊയ്തീൻ ഫൈസി അവർ തുടങ്ങിയിട്ടുള്ള നമ്മുടെ ആലിമീങ്ങളും സാദാത്തുക്കളും, ഇതിൻ്റെ വലിയ പ്രവർത്തകനായ തിരുവട്ടൂർ ഇബ്രാഹിം കുട്ടി, കുഞ്ഞു മുഹമ്മദ് തുടങ്ങിയിട്ട് ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ ഇവരൊക്കെ ഇവിടെ പേരെടുത്ത് പറഞ്ഞ് സമയം കളയുന്നില്ല. ഇതൊക്കെ പറയാതെ തന്നെ അറിയുന്നവൻ അള്ളാഹുവാണ്. നമ്മൾ പ്രത്യക്ഷത്തിൽ കാണുമ്പോൾ അള്ളാഹുവിനോട് അടുത്ത ആളുകളാണ് ബഹുമാനപ്പെട്ട അത്തിപ്പറ്റ ഉസ്താദിനെ പോലുള്ള ആളുകൾ. അപ്പോൾ ഇവരൊക്കെ ഉദ്ദേശിച്ച് ബഹുമാനപ്പെട്ട ഉസ്താദ് അവർ ദുആ ചെയ്യുകയാണ്. ഏതായാലും ഒരു ചെറിയൊരു ദുആയാണ് സാധാരണ ഉസ്താദ് അവർ നടത്താറുള്ളത്. എല്ലാവരും ശാന്തമായി ഇരുന്ന് ആ ദുആയിൽ പങ്കുകൊള്ളണം. ഈ ദാനധർമ്മങ്ങളൊക്കെ അള്ളാഹു സ്വീകരിക്കുന്നതിന്, നമ്മുടെ ധനത്തിലും നമ്മുടെ ആരോഗ്യത്തിലുമൊക്കെ വർധനവ് കിട്ടുന്നതിന് വേണ്ടി, ഇങ്ങനെയുള്ള ദീനീ സംരംഭങ്ങളൊക്കെ കൂടുതൽ വിജയിക്കുന്നതിന് വേണ്ടി ഒക്കെ ഉസ്താദ് അവർ ദുആ ചെയ്യുകയാണ്. അതിനു മുമ്പ് ഇലക്ട്രിക്കലിൻ്റെ പ്രതിനിധി ഉപഹാരം സ്വീകരിക്കുന്നതിന് വേണ്ടി തയ്യാറായി എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെ സാദരം ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട സാബിക്കരി തങ്ങൾ അവർ ഉപഹാരം നൽകുന്നതാണ്. PSH തങ്ങൾ അവർ ഉപഹാരം നൽകുന്നു. ദുആയിൽ ഇതുപോലെ ഈ സംവിധാനത്തിൻ്റെ വലിയ സഹചാരിയും സഹായിയുമായിരുന്ന കോന്നല്ലൂർ MK മുഹമ്മദ് ബാവ എന്നവർ രോഗശയ്യയിലാണ്. ലത്തീഫാജിയുടെ മരണത്തെക്കുറിച്ച് പറഞ്ഞു. ഇപ്പോൾ കീമോതെറാപ്പിയും അങ്ങനെയുള്ള ചികിത്സ ആവശ്യമാകുന്ന ചികിത്സ വർദ്ധിച്ചു വരികയാണ്. രോഗങ്ങൾ ഇല്ലാതെയാകുന്നതിന് വേണ്ടി നമ്മുടെ മജ്ലിസുന്നൂറും അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഇത്തരം ഉള്ള മാറാവ്യാധികൾ നീങ്ങിപ്പോകുന്നതിന് വേണ്ടിയാണ്. ദുആ ബഹുമാനപ്പെട്ട ഉസ്താദ് അവർ നടത്തും. കോന്നല്ലൂർ ബാവ അവർക്ക് വേണ്ടി പ്രത്യേകമായി ദുആ ചെയ്യും. അദ്ദേഹം ഈ സംവിധാനമൊക്കെ എങ്ങനെ ഉയർന്നത് അൽ അസ്ഹർ യൂണിവേഴ്സിറ്റി പോലുള്ള വലിയ സംവിധാനങ്ങളുള്ള ബന്ധത്തിലാണ്.
ആ ബന്ധമൊക്കെ ഉണ്ടാക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ച ആളാണ് MK മുഹമ്മദ് ബാവ. അദ്ദേഹത്തിന് വേണ്ടിയും അതുപോലെ ഇവിടെ ഇരിക്കുന്ന പറയപ്പെടാത്ത പല ആളുകളുടെയും കുടുംബത്തിൽ രോഗങ്ങളുള്ള ആളുകളുണ്ട്, പ്രയാസങ്ങളുള്ള ആൾക്കാരുണ്ട്, മരിച്ചുപോയവരുണ്ട്. കുടുംബത്തിലെ ക്ഷേമവും ഐശ്വര്യവും ശാന്തിയും സമാധാനവും ആഗ്രഹിച്ച് ദാനധർമ്മങ്ങൾ ചെയ്തിട്ടുണ്ട്. പല ആളുകളും ക്ലാസ് മുറികളും മറ്റും ഏറ്റെടുത്തിട്ടുള്ളത് മരിച്ചുപോയ പിതാവിൻ്റെ പേരിൽ, മാതാവിൻ്റെ പേരിൽ. മറ്റു ചിലരെ പോലെ നമ്മൾ ഇന്നയാളുടെ സ്മാരകമായിട്ട് ക്ലാസ് മുറിയിൽ നിന്ന് എഴുതി വെക്കാറില്ല. പക്ഷെ അത് അള്ളാഹുവിങ്കിൽ എഴുതി വെക്കപ്പെട്ടിട്ടുണ്ട്. എല്ലാവർക്കും വേണ്ടിയുള്ള ദുആ ബഹുമാനപ്പെട്ട ഉസ്താദ് അവർകൾ നിർവഹിക്കുന്നതാണ്. ഉസ്താദിനെ സാദരം ക്ഷണിക്കുന്നു. നമ്മുടെ പള്ളിയുടെ നിർമ്മാണം നമ്മൾ തുടങ്ങുകയാണ്. പള്ളിക്ക് വേണ്ട ധനസഹായം ചെയ്യാമെന്ന് ആഗ്രഹിക്കുന്നത് കൊയിലാണ്ടിക്കാരായിട്ടുള്ള കുറച്ച് സുഹൃത്തുക്കളാണ്. 1,08,00,000 അതിൻ്റെ എസ്റ്റിമേറ്റ് കണക്കാക്കുന്നത്. അത് നൽകണമെന്ന് ആഗ്രഹിച്ച് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് അവർ. അവരുടെ പ്രതിനിധികൾ ഇവിടെ ഉണ്ട്. അവർ പറയപ്പെടാനും അറിയപ്പെടാനൊന്നും ആഗ്രഹിക്കണില്ല. പക്ഷെ ദുആ ആവശ്യമാണല്ലോ. അപ്പോൾ ഉസ്താദ് അവരെ കൂടി ദുആയിൽ പ്രത്യേകം ഓർക്കണമെന്ന് വിനീതമായി അപേക്ഷിക്കുകയാണ്. അതുപോലെ നമ്മുടെ NK അബ്ദുള്ള ഹാജി തുടങ്ങിയിട്ടുള്ള പല ആളുകളുണ്ട്. ആളുകൾ കാണുമ്പോൾ ഒക്കെ പറയപ്പെടേണ്ടിയും ഓർക്കപ്പെടേണ്ട ആൾക്കാരാണ്. അള്ളാഹു നിങ്ങളെയൊക്കെ അറിയട്ടെ. അള്ളാഹു അവിടെ ഇരുന്നുകൊണ്ട് ഇതൊക്കെ കാണുന്നുണ്ട്. ഇപ്പം അള്ളാഹു കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ദുആയിൽ അതൊക്കെ ചേരും ഇൻഷാ അല്ലാഹ്. അള്ളാഹു സ്വീകരിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മഗ്‌രിബ് സമയത്തിരിക്കുകയാണ്. നിസ്കാരം ജമ്മില്ലാത്ത ആളുകൾ, യാത്രക്കാർ നീണ്ട യാത്രക്ക് ജമ്മുണ്ട്. അല്ലാത്ത ആളുകൾക്ക് മഗ്‌രിബ് സമയം അത് നീട്ടി നിൽക്കുന്ന സമയമില്ല. പെട്ടെന്ന് ശരിയാക്കണം. മതി മോനെ, അതുകൊണ്ട് ഇങ്ങനെ അടിച്ചുകൊണ്ടിരുന്നു. അതൊന്നും ചെയ്യാം. എല്ലാവരും ഒന്നിൻ്റെ കാര്യം പറ്റിയപ്പം ശ്രദ്ധിക്കണം. പിന്നെ മറ്റൊരു കാര്യം, നെരിയാൻ്റെ താഴെ വട്ടം വിട്ട് നിക്കരിക്കൽ അള്ള കബൂൽ ചെയ്യുക. ഉസ്താദന്മാരൊക്കെ പറഞ്ഞിട്ട് ദുആ അള്ള കബൂൽ ചെയ്യില്ല, നിൽക്കാൻ അള്ള കബൂൽ ചെയ്യില്ല. നെരിയാൻ്റെ താഴെ വട്ടം വിട്ട് നടക്കുകയാണെങ്കിൽ ശരീരത്തും ഗുണമില്ല. ഉമ്മാക്കാൻ പിന്നാണ്. അത് സൂക്ഷിക്കണം, എന്തായാലും സൂക്ഷിക്കണം. നെരിയാൻ്റെ താഴെ 23 താഴെ എന്ന് അള്ളാഹ് ദുന്യാവിൻ്റെ അറ്റല്ല, ആഹത്തിൻ്റെ അറ്റല്ല. ഇങ്ങനെ അഹങ്കാരത്തോടെ അങ്ങനെ ആവശ്യമില്ല. അതുകൊണ്ട് പൂരിക്കുന്ന ഈ മജീസ് കേൾക്കുന്ന മുമ്പിനായിരിക്കണം പറയുന്നത്. നെരിയാൻ്റെ താമസപ്പെട്ടിരിക്കരുത്. അതെല്ലാം കാത്തിരത്തിക്കട്ടെ. ഇത് ആക്കാൻ ചെയ്യുമായി സാഹത്തമാക്കാൻ പ്രത്യേകിച്ച് മലായിക്കത്തുന്ന എൻ്റെ സാഹസമാണ്. മൂന്നിനെ ജിന്നുണ്ടാവും. സത്യം അൽഹംദുലില്ലാ ഇന്നലെ മജീസാണിക്കുണ്ട്. ഇൻഷാ അല്ലാഹ് അള്ളാഹു അവസാനം നന്നാക്കി തട്ടെ. ഈ മയിൽ വിട്ട് കഴിഞ്ഞാൽ ഈ ലോകത്ത് യാത്ര പറഞ്ഞ ദിവസം എനിക്ക് നിങ്ങൾക്ക് വേണം. എപ്പം അറിയില്ല, ഇവിടെ അറിയില്ല. സാലിയാവൻ അങ്ങോട്ടായിട്ട് നല്ല സമയത്ത് നല്ല സ്ഥലത്തേക്ക് ഒന്നുകൂടെ ഒന്ന് മരിപ്പിച്ചിട്ട് നമ്മൾ ആശ അതാണ് ഫാത്തിഹ. ബഹുമാനുള്ള മുമ്പിനെ ഞാൻ പറഞ്ഞ് കേട്ട മുമ്പിനെ നെരിയാണ്ട് വസ്തുവിൻ്റെ മാറ്റി കൊടുക്കണം. നെരിയാണ്ട് നരകത്തിൽ പോകുന്ന മാക്കാൻ അസ്വല മേഖലയിൽ പോകും. പിന്നാണ് അള്ളാൻ്റെ റസൂല് ശാരീരികമായിട്ട് ക്ഷീണം ഉണ്ടാകുമ്പോൾ ഒരു മാസിയിലുണ്ടായാലോ നെരിയാണ്ട് വസ്തുവിനെ തിണ്ടി നടക്കുന്ന
ആൾക്ക് മാരകമായ രോഗങ്ങൾ പകർച്ചുണ്ടാവുകയാണ്. ഈ രണ്ടും ദുന്യാവിനൊപ്പത്താണ് ആഹത്തൊപ്പാണ്. ഈ രണ്ടും തയ്യാറുണ്ടെങ്കിട്ടുള്ള അന്നെയും മരിച്ചു പൊഴിക്കണമെങ്കിൽ എല്ലാവരും മലായിക്കത്തെ ബോധിക്കണം. മലക്ക് സാക്ഷിയാണ്. അങ്ങനത്തെ മൂന്നിന് ബഹുമാനപ്പെട്ട അതിലേക്ക് കുട്ടികളുടെ സമസ്യയുടെ മുഷാവന്മാരും മഹാന്മാരൊക്കെ ഔലിയാക്കന്മാർ മജീസാണ്. പ്രത്യേകിച്ച് വാഫിൻ്റെ വിവരങ്ങളൊക്കെ എല്ലാവർക്കും അറിയാം. വാഫിയും വഫിയും അൽഹംദുലില്ലാഹ് നമ്മൾ നാടിനെ ദീനിയാക്കണം. നമ്മൾ നാടുകളിൽ ഏറ്റവും നല്ലതായിരിക്കുന്ന അവസ്ഥ പ്രത്യേകിച്ച് ഉഫിയ പെൺകുട്ടികളെ പറയാണ്. പെൺകുട്ടി വന്നു കഴിഞ്ഞാൽ ആ വീടും ആ പൈസയും ഒരു ദീനിയായ സാധനമായി വരും. അതുകൊണ്ട് ആൺകുട്ടികളും അങ്ങനെ. എൻ്റെ ചെറുപ്പത്തിൽ നമ്മൾ നാടുകളിൽ എന്തെങ്കിലും ഒരു കാര്യം അപേക്ഷ കൊടുക്കണേ അന്ന് മലയാളം വെച്ച് സംസാരിക്കാൻ പറ്റിയ ആളുണ്ടായിരുന്നില്ല. അത് മറ്റു പല ആളുകളിലായിരുന്നു. സമസ്തൻ്റെ ഇന്ന് അൽഹംദുലില്ലാഹ് ഒരുപാട് എന്നിട്ടൊരു വഫിയാണ് ഉണ്ടായിട്ടുണ്ട്. അതെല്ലാവരും അതിനെല്ലാവർക്കും സഹായിക്കണം. അല്ല സഹായിക്കട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൽ ഹാമിദീൻ ഹംദൽ ശാകിരീൻ അൽഹംദുലില്ലാഹ് അലിനിഅമതി തത്തിമു സ്വാലിഹാത്ത് അൽഹംദുലില്ലാഹി يا ربنا يا ربنا يا ربنا لك الحمد ما لا اله الا انت سبحانك لا اله عليك انت لك الحمد حتى ترضى. اللهم صل على سيدنا عبدك رسولك النبي وعلى اله وصحبه وسلم. اللهم صل على سيدنا من طب القلوب وعلى اله الشفاء النور وعلى اله وصحبه وسلم. اللهم صل على سيدنا بعدد كل معلوم لك ساعات نجينا بها من جميع الخيرات تبلغنا بها قال العفاء واشفنا بها من السيئات تعوذنا بها من الخطيئة تقضينا بها تعوذنا بها من وتمنينا بها حياة العلم. سلم سلم ذلك يا الله. اللهم اغفر للمؤمنين المسلمين الأحياء الأموات إنك مجيب الدعوات ويا قاضي الحياة طيب ثوابهم ويا جنة مأواهم. اللهم ارحم أمة سيدنا محمد رحمة عامة يا رب العالمين. اللهم ارحم أمة سيدنا محمد رحمة عامة يا رب العالمين. اللهم ارحم أمة سيدنا محمد يا رب العالمين. فتوى رحمة كبر وما بدو الشفاء من إذاكم الروان شفاء يستعاذنا لكم وأكون وإذا تنبتنا لهم صحيحنا ربه عندما هذا صحيحنا ربه يعني الكولي كان يمري وما قال له يا معي فإن بيت كل ولد الحمد لله الله أكبر عافيته وكذا الله يقول كما يعني شايل مالي لهم شفاء فالتيجي لهم يعطوني بدون ربه لا إله إلا الله سوغاندي سالي عملت والله لا ما يفينا يا ما يجينا خبر صوت بسم الله الرحمن الرحيم. اللهم صل على اللهم يا الحكيم أحسنا في ذنوبنا بحق سيدنا ربنا اغفر لنا وعلينا وعلى إحسانا إيماننا صلى الله عليه وسلم മകയിട്ടുണ്ട് വേഗത്തെ ഓള് തയ്യാറാക്കി എല്ലാവർക്കും ഇവിടെ കേൾക്കാൻ കഴിഞ്ഞ് കേൾക്കാൻ അടുത്ത പള്ളിയിൽ പോയി നിൽക്കുക യാത്രക്കാർക്ക് വേണ്ടി മതി നിശ്ചയിക്ക് പിണ്ടിക്കാൻ ഇനി അവിടെ ഇങ്ങോട്ട് നിൽക്കരുത് നിൽക്കുക ഇവിടെ തന്നെ നിൽക്കാൻ സമയം കേൾക്കാം മകലിന് അധിക സമയമില്ല എല്ലാം ഇതാക്കണം അതിലേക്ക് വേണ്ടി ഇഷ്ടംപോലെ ഉണ്ട് ഞാൻ പറഞ്ഞ് സ്വീകരിച്ചു. അസ്സലാമു അലൈക്കും.